ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടെങ്കിൽ ചാറ്റാന്നേ. ഓക്കെ, കുറച്ചൊരു വീഡിയോ ഓഫ് ആണ്. വേഗം ഒന്ന് വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. വീഡിയോ ഓൺ ചെയ്തോളൂ. നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. ജോസഫ് വന്നിട്ടുണ്ട്, ദേവാമൃത്, അപർണ, ദേവി കൃപ, ശ്രേയ, ഹാരൂൺ, ഗോഡ്ഫ്രൈ കേട്ടോ. വേഗം ഒന്ന് വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. ശ്രേയ. ഓക്കെ, വിവേക് ഉണ്ട്. ഒരുപാട് പേരുണ്ട്, നമുക്ക് ഞാൻ വിളിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രെയർ ആണ്. നമുക്ക് പ്രെയർ എടുത്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലെ അഡ്മിഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ. ഒരു ഹോംവർക്ക് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാം, ആൻസർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ തേർഡ് ചാപ്റ്ററിലേക്ക് വേഗം പോകാം. ഇന്ന് വേഗം കഴിച്ച് പോകാം കേട്ടോ. ഓക്കെ, സാറെ കാണിച്ചു. നമ്മുടെ ചാപ്റ്റർ ഏതാണ്? റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ കേട്ടോ. റീകോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. റീകോൺസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് വരുന്ന അഡ്മിഷൻ ആണ്. സെക്കൻഡ് വരുന്ന കേസാണ് റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലോട്ട്, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ ഒരു എക്സിസ്റ്റിംഗ് പാർട്ണർ അല്ലെ, നിലവിലുള്ള ഒരു പാർട്ണർ റിട്ടയർ ആയി പോവുകയോ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ച് അല്ലെ മരിച്ചു പോവുകയോ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടതൊക്കെ എന്താ വെച്ചാൽ ചേഞ്ച് ഓഫ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കേട്ടോ. പ്രോഫിറ്റ് അറിയാലോ, ഒരു പാർട്ണർ റിട്ടയർ ആയി പോകുമ്പോൾ റേഷ്യോ അല്ലെ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യും. അപ്പൊ അതെന്താന്ന് അറിഞ്ഞിരിക്കണം. സെക്കൻഡ് വൺ ആണ് കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. ഒരു പാർട്ണർ റിട്ടയർ ആയി പോകുമ്പോഴും ഡെത്ത് സംഭവിക്കുമ്പോഴും ആ കമ്പനിയിൽ ഗെയിനിങ് റേഷ്യോ കേട്ടോ, അവിടെയുള്ള റിമൈനിങ് പാർട്ട്നേഴ്സിന് ഗെയിനിങ് റേഷ്യോ ഉണ്ടാവാറുണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, തേർഡ് വൺ ആണ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വിൽ ഇവിടെയും ആവശ്യമാണ് കേട്ടോ. റിട്ടയർ ആയി പോകുന്ന പാർട്ണർക്ക് ഗുഡ് വിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പേ ഓഫ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഗുഡ് വിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പേ ഓഫ് ചെയ്യുന്നത്, അതിന്റെ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാർട്ണർ റിട്ടയർ ആയി പോവുകയാണ്, ആ പാർട്ണറിന് ഒരു 1 lakh rupees ഡ്യൂ അല്ലെ, നമുക്ക് പേ ചെയ്യാനുണ്ട്. പക്ഷെ കമ്പനിയിലെ അതർ പാർട്ട്നേഴ്സ് പേ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് ലോൺ പോലെ ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്ത് ചെയ്യും, അവർ ഇത് പേ ഓഫ് ചെയ്യും. അങ്ങനെ പാർട്ണർക്ക് എമൗണ്ട് പേ ബാക്ക് ചെയ്യാൻ പറ്റാത്തപ്പോൾ എന്ത് ചെയ്യും, ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം കേട്ടോ. പ്രോബ്ലംസ് ഉണ്ട്. ദെൻ നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ ആണ് റീവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കേട്ടോ. ഒരു പാർട്ണർ റിട്ടയർ ആകുമ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് കേട്ടോ. ഈ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരാറുണ്ട് കേട്ടോ. ഇവിടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ, റിട്ടയർമെന്റ് സെക്ഷനിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റൻസിലേക്ക് വേഗം പോകാം. ഇതുമായിട്ട് ബേസ് ചെയ്ത് ഉള്ള ക്വസ്റ്റൻസിലേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ റേഷ്യോ കേട്ടോ, റേഷ്യോയും ഗുഡ് വില്ലും കൂടി ഒരുമിച്ചുള്ള ക്വസ്റ്റ്യൻ കാണിക്കാം കേട്ടോ. ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം ചെയ്ത് നോക്കാൻ പറ്റും. നോക്കി, ഇതാ ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്. യെസ്, ഹണി, പമ്മി ആൻഡ് സണ്ണി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. റേഷ്യോ is given 3:2:1. Goodwill is appearing in the books at a value of ₹60,000. Pammi retires another pair അല്ലേ, and at the time of Pammi's retirement goodwill is valued at 84,000. Harry and Sunny decided to share future profit in the ratio 2:1. Record necessary journal entries കേട്ടോ. ഇത് ഗുഡ് വില്ലിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റേഷ്യോ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ റേഷ്യോ ഗുഡ് വിൽ ഒരുമിച്ച് വന്നിരിക്കുക കേട്ടോ. ആൻഡ് വി നീഡ് ദ എൻട്രീസ് ഓൾസോ. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ്, ഹാനിയും പമ്മിയും സണ്ണിയുമാണ് പാർട്ട്നേഴ്സ് അല്ലെ. റേഷ്യോ 3:1 എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ആ ഫേമിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കേട്ടോ ഗുഡ് വിൽ അപ്പിയർ ഉണ്ട് അല്ലെ. ഗുഡ് വിൽ ഉണ്ട്. എത്ര ഗുഡ് വിൽ പറയണേ, 60,000 ആണ് കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇല്ലേ 2 ഗുഡ് വിൽസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് നോക്കി. ഓൾറെഡി അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉള്ള ഗുഡ് വിൽ പറയുന്നുണ്ട്. എത്രയാണ്, 60,000 ഗുഡ് വിൽ പറയുന്നുണ്ട് കേട്ടോ. ഓൾറെഡി 60,000 ഗുഡ് വിൽ ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ ഇവിടെ നോക്കിയാൽ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, ആരൊക്കെയാണ്, ഹാരി അല്ലേ, എച്ച് എന്നിട്ടോ, HPS കേട്ടോ. ഓക്കെ, 3 പാർട്ട്നേഴ്സ് ഉണ്ട്. 3:2:1 ആണ് റേഷ്യോ. ദാറ്റ് മീൻസ് 3/6, 2/6, 1/6. ആരാണ് റിട്ടയർ ആവണേ, പി ആണ് റിട്ടയർ ആവുന്നത് കേട്ടോ. ഓക്കെ, ഈ പി റിട്ടയർ ആകുന്ന ടൈമിലെ ഗുഡ് വിൽ കേട്ടോ. പി റിട്ടയർ ആകുന്ന ടൈമിലെ ഗുഡ് വിൽ എത്ര പറയണേ, 84,000 പറയുന്നുണ്ട് കേട്ടോ. 84,000 പറയുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഓൾറെഡി അപ്പിയർഡ് അല്ലെ, ഓൾറെഡി അപ്പിയർഡ് ഇൻ ദ ബുക്സ് പറയുന്നുണ്ട് ഗുഡ് വിൽ അല്ലെ. അത് കൂടാതെ പി എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർ ആകുന്ന ടൈമിലെ ഗുഡ് വില്ലും പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക,
നെസസറി ജേർണൽ എൻട്രീസ് എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഓൾറെഡി അപ്പിയർഡ് എന്ന് പറയില്ലേ, ഓൾറെഡി അപ്പിയർഡ് എന്ന് പറയുന്ന ഗുഡ് വിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ ഗുഡ് വില്ല് ഈ 3 പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് 3 പേർക്കും അവകാശപ്പെട്ട എമൗണ്ട് ആണ് കേട്ടോ. ഓൾറെഡി അപ്പിയർഡ് അത് ഏത് റേഷ്യോ ആണ്? അവരുടെ ഓൾഡ് റേഷ്യോ. അപ്പൊ ഓൾറെഡി അപ്പിയർഡ് എന്ന് പറഞ്ഞ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ആരൊക്കെയാണോ ആ കമ്പനിയിലെ പാർട്ട്നേഴ്സ്, ഓൾ പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ ആണ് ചെയ്യേണ്ടത്. ഇനി ഇതാ നോക്കിയേ, പി റിട്ടയർ ആകുന്ന ടൈമിൽ ഗുഡ് വിൽ ഉണ്ട്. പി റിട്ടയർ ആകുന്ന ടൈമിൽ എത്ര? 84,000 അല്ലേ? ഈ എമൗണ്ട് എന്ത് ചെയ്യണം? ഈ എമൗണ്ട് പിക്ക് മാത്രം എന്ത് ചെയ്യണം? ഇപ്പൊ പേ ഓഫ് ചെയ്യണം. കാരണം പി മാത്രമേ പോകുന്നുള്ളൂ, എച്ചും എസും അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കത് പേ ഓഫ് ചെയ്യണ്ട. ആരാണോ റിട്ടയർ ആയി പോകുന്നത് ആ പാർട്ട്ണർക്ക് മാത്രം എന്ത് ചെയ്യണം? ഈ ഗുഡ് വിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഈ ഷെയർ ചെയ്യുമ്പോൾ ആരെ ഷെയർ ചെയ്യേണ്ടത്? എച്ചും എസും കൂടിയാണ് ഷെയർ ചെയ്യേണ്ടത്. ഏത് റേഷ്യോ എന്നറിയാമോ? ഓൾഡ് റേഷ്യോ അല്ല കേട്ടോ, ഗെയിനിങ് റേഷ്യോ ആണ് കേട്ടോ. ഗെയിനിങ് റേഷ്യോ വേണം എന്ത് ചെയ്യാൻ? ഇത് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പൊ ഓൾറെഡി അപ്പിയർ എന്ന് പറയുന്ന ഗുഡ് വിൽ എന്ത് ചെയ്യണം? ഓൾ പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ. ബട്ട് അറ്റ് ടൈം ഓഫ് ദ ഗുഡ് വിൽ അല്ലെ, റിട്ടയർമെന്റ് ടൈമിലുള്ള ഗുഡ് വിൽ എന്ത് ചെയ്യണം? അത് ഓൺലി ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ. ഓക്കെ, ആരും ഓർക്കും നമ്മുടെ കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ആണ് പേ ഓഫ് ചെയ്യുന്നത്. ഇൻ വിച്ച് റേഷ്യോ? ഇൻ ദെയർ ഗെയിനിങ് റേഷ്യോ. ഓക്കെ, ഈ ക്വസ്റ്റ്യനില് ഹാരിയുടെയും പമ്മിയുടെയും സണ്ണിയുടെയും ഓൾഡ് റേഷ്യോ പറയുന്നുണ്ട്. പി റിട്ടയർ ആയി കഴിയുമ്പോൾ ഉള്ള ന്യൂ റേഷ്യോ 2:1 ന്യൂ റേഷ്യോ പറയുന്നുണ്ട്. ഓൾഡ് റേഷ്യോവും ന്യൂ റേഷ്യോയും അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗെയിനിങ് ആദ്യം കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഗെയിനിങ് റേഷ്യോ ഫിഗർ ഔട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? എൻട്രിയിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചോളൂ. ഓക്കെ, ടൈം തരാം, വേഗം ചെയ്ത് നോക്കി. ഗെയിനിങ് റേഷ്യോ, ഓൾഡ് റേഷ്യോ 3:2:1 പറയുന്നുണ്ട്, ന്യൂ റേഷ്യോ 2:1 പറയുന്നുണ്ട് അല്ലെ. ഓൾഡ് റേഷ്യോവും ന്യൂ റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേഗം തന്നെ ഗെയിനിങ് കണ്ടുപിടിക്കാം കേട്ടോ. വേഗം കണ്ടുപിടിച്ചോളൂ. എന്ത് ചെയ്താൽ മതി? ഓൾഡ് ന്യൂ ഇന്ന് ഓൾഡ് മൈനസ് ചെയ്താൽ മതി കേട്ടോ. അല്ല ജോസഫേ, ചെയ്യുന്നുണ്ടോ? ഓക്കെ, വേഗം ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നമ്മുടെ എച്ചിന്റെയും എസിന്റെയും കേട്ടോ. എച്ചിന് എസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം പിക്ക് ഇല്ല, പി അല്ലേ റിട്ടയർ ആകുന്നു. അപ്പൊ പിക്ക് ഗെയിനിങ് ഇല്ല. ആർക്ക് മാത്രമേ ഗെയിനിങ് ഉള്ളൂ? എച്ചിനും എസിനും മാത്രമേ ഗെയിനിങ് ഉള്ളൂ കേട്ടോ. അവിടെ ഇത് ഓൾഡ് റേഷ്യോ ആണ് കേട്ടോ. ഓൾഡ് റേഷ്യോ ആണ്. ന്യൂ റേഷ്യോ നമുക്ക് താഴെ എഴുതാം. ആരൊക്കെയാണ് ഇനിയുള്ളത്? എച്ചും എസും ആണല്ലേ. 2:1 ആണ് കേട്ടോ. ദാറ്റ് മീൻസ് 2/3 1/3. ഓൾഡ് റേഷ്യോ, എച്ചിന്റെ ഓൾഡ് റേഷ്യോ 3/6, എച്ചിന്റെ ന്യൂ റേഷ്യോ 2/3. എസിന്റെ ഓൾഡ് റേഷ്യോ 1/6, എസിന്റെ ന്യൂ റേഷ്യോ 1/3. ചെയ്യാലോ? ശ്രേയ ചെയ്യുന്നില്ല? ശ്രേയ ഓക്കെ. എങ്ങനെ കണ്ടുപിടിക്കുക ദേവാമൃതേ? എച്ചിന്റെ എങ്ങനെ കണ്ടുപിടിക്കാം ദേവാമൃത? പറഞ്ഞു നോക്കി. എച്ചിന് ന്യൂ റേഷ്യോ 2/3 അല്ലേ. ഈ 2/3 എന്ത് മൈനസ് ചെയ്യണം? 3/6 മൈനസ് ചെയ്യണം അല്ലേ. അപ്പൊ 2/3 മൈനസ് 3/6 ശരിയല്ലേ? ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്റർ ചേഞ്ച് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? സെയിം ആക്കാം അല്ലെ. 6 അല്ലെ ഹൈസ്. അപ്പൊ എന്ത് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ കേട്ടോ. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. ദാറ്റ് മീൻസ് 4/6 മൈനസ് 3/6 ഇസിക്കൽ ടു 1/6 ആണ് കിട്ടിയത്. ഓക്കെ, വെരി ഗുഡ്. ഇന്ന് ചെയ്യില്ലായിരുന്നു അല്ലേ. ഇനി എസിന്റെ നോക്കുമ്പോൾ എന്ത് ചെയ്യാം? 1/3 ആണ്. സോറി, 1/3 മൈനസ് 2/6 കേട്ടോ. ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ചേഞ്ച് ചെയ്യാം. സെയിം ആക്കാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ, 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. അപ്പൊ ഇങ്ങനെ വരും 2 മൈനസ് 6 മൈനസ് 2/6 കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് വരും? 0. അപ്പോ ഒരാൾക്ക് മാത്രമേ ഗെയിൻ ഉള്ളൂ അല്ലേ. ആർക്കാണ്? എസിന്. എസിന് അല്ലല്ലോ, എച്ചിന്. ഇല്ല 2/6 അല്ല, സോറി 1/6 ആണ്. എസിന്റെ അല്ലേ 1/6 ആണ് കേട്ടോ. 1 ആണ്. 1:1 രണ്ടുപേർക്കുണ്ട് കേട്ടോ. 1:1 ആണ് കേട്ടോ. കണ്ടോ? 1/3 മൈനസ് 1/6 ആണ്. സോറി 2/6 അല്ല, 2/2 പീഡി ആയിരുന്നു കേട്ടോ. 2 അല്ല 1 ആണ് കേട്ടോ. 1/6 കണ്ടോ? 1/3 മൈനസ് 1/6 ആണ് കേട്ടോ. അപ്പൊ 1/3 മൈനസ് 1/6
ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ 2/6 മൈനസ് 1/6 1/6 വരും കേട്ടോ. 1:1 ആണ് റേഷ്യോ, 1:1 ആണ് ഗെയിൻ റേഷ്യോ. കിട്ടിയ ചാറ്റ് വന്നേ, ഓക്കെ അല്ലേ? ആ അപ്പൊ എന്ത് ചെയ്യാ, ഇനി ഇതൊക്കെ എൻട്രിയിലേക്ക് പോകട്ടെ. അപ്പൊ നമുക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടത്. ആദ്യം ഈ 60,000 റുപ്പീസ് ഇല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഓൾ പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഇൻ വിച്ച് റേഷ്യോ? ദെയർ ഓൾഡ് റേഷ്യോ. ഓക്കെ. സെക്കൻഡ് കേസ് എന്താ ചെയ്യേണ്ടത്, ഈ ഇതല്ലേ ഗെയിൻ റേഷ്യോ ഡിവൈഡ് ചെയ്യണം. എന്നറിയോ, ഇവിടെ നോക്കിയാൽ മക്കളെ, ഇവിടെ ഇല്ലേ ഗുഡ് വില് 84,000 ഇല്ലേ പറയണേ. ഇവിടെ ആരാണ് റിട്ടേൺ ആവണേ, ആരാണ് റിട്ടേൺ? പി അല്ലേ. അപ്പൊ ഇല്ലേ പിയുടെ ഷെയർ കണ്ടുപിടിക്കാം കേട്ടോ. പീസ് ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാം? 84,000 ഇൻറ്റു 2/6 അതെ ശരിയല്ലേ, 2/6 അല്ലേ പിയുടെ. അപ്പൊ എന്ത് ചെയ്യും, 2/6 വരും കേട്ടോ. വേഗം കണ്ടുപിടിച്ച് എത്ര നോക്കിയേ, പിയുടെ ഷെയർ എത്ര നോക്കിയേ. കമ്പനിയുടെ ഗുഡ് വില്ലിൽ എത്ര പിയുടെ ഷെയർ? 84,000 ആണ് ഗുഡ് വില്ല്. അതിൽ പി മാത്രം റിട്ടേൺ ആയി പോകുന്നത്. അപ്പൊ പിക്ക് മാത്രം പേ ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ പിയുടെ മാത്രം ഷെയർ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക കേട്ടോ. എത്ര പിയുടെ ഷെയർ? എത്ര വരും? എത്ര വന്നു? സാറേ വിളിച്ചേ, നമ്മുടെ ദേവി കൃപ പറയൂ. ദേവി കൃപ എത്ര? ദേവി കൃപ വന്ന ആൻസർ 28 ആണ് കേട്ടോ. 28,000 14 വരും. 14 × 2 28 വരും കേട്ടോ. 28,000 ആണ്. നമ്മൾ ഈ 28,000 വേണം കേട്ടോ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ? 1:1 ഡിവൈഡ് ചെയ്യാൻ കേട്ടോ. ഓക്കെ. അപ്പൊ എൻട്രി അതിലേക്ക് വേഗം എഴുതിക്കോ കേട്ടോ. ഞാൻ എൻട്രി കാണിച്ചു തരാം, വേഗം എൻട്രി എഴുതിക്കോളൂ. സാറേ എൻട്രി കാണിച്ചോ കേട്ടോ. എൻട്രി ഇതാണ്, എൻട്രി കാണിക്കാൻ പോവാ. അതാണ് ആൻസർ ആണ്. ഓക്കെ, ഇതാണ് എൻട്രി. ഫസ്റ്റ് എമൗണ്ട് ഡിവൈഡ് എൻട്രി കണ്ടോ. എന്താ എൻട്രി? എച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ 30,000, പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ 20,000, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ 10,000, ടു ഗുഡ് വില്ല് 60,000 കേട്ടോ. അതായത് ഫസ്റ്റ് പറയുന്ന എമൗണ്ട് 60,000 അല്ലേ. ആ എമൗണ്ട് എന്ത് ചെയ്യണം? 3:2:1 ഡിവൈഡ് ചെയ്യണം. അങ്ങനെ 3:2:1 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഏതൊക്കെയാണ്? എച്ചിന് 30,000, പിക്ക് 20,000, എസിന് 10,000 കേട്ടോ. കണ്ടോ മക്കളെ, നരേഷൻ കമ്പൽസറി ആണ് കേട്ടോ. നരേഷൻ വേണം. നമ്മൾ ഓരോ എൻട്രി എഴുതുമ്പോഴും ആ എൻട്രിയുടെ താഴെ നരേഷൻ കാണിക്കുക കേട്ടോ. നരേഷൻ എഴുതാം, ഗുഡ് വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ കേട്ടോ. എല്ലാവർക്കും അവരുടെ ഓൾഡ് റേഷ്യോ എന്ത് ചെയ്തു? എമൗണ്ട് നമ്മൾ പേ ഓഫ് ചെയ്തു. ഓക്കെ. ഇനി സെക്കൻഡ് എമൗണ്ടിൽ 84,000 അതില് പിക്ക് മാത്രം കൊടുത്താൽ മതി. കാരണം പി മാത്രം റിട്ടേൺ ആവുന്നത് അല്ലെ, പിക്ക് മാത്രം പേ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ആ 84,000 എത്ര പിയുടെ ഷെയർ? 28,000 അല്ലേ. ഈ 28,000 ആരെ പേ ഓഫ് ചെയ്യേണ്ടത്? നമ്മുടെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആയ എച്ചും എസും കൂടി കേട്ടോ. അപ്പോ എച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ 14 ഈക്വൽ ആണ് കേട്ടോ. 1:1 ആണ്. അപ്പൊ 14,000, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റർ 14,000, ടു പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 28,000 കേട്ടോ. Narration will be P's share of goodwill distributed among the old partners in their gain ratio കേട്ടോ. ഓൾഡ് പാർട്ട്നേഴ്സ് ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂ പാർട്ട്നേഴ്സ് കേട്ടോ. എ റേഷ്യോ ആണ്, ഗെയിനിങ് റേഷ്യോ ആണ് കേട്ടോ. ഗെയിനിങ് റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ ജോസഫേ? ഓക്കെ അല്ലേ? അപ്പൊ എൻട്രി അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എൻട്രി പഠിച്ചു, ന്യൂ റേഷ്യോ അല്ല ആൻഡ് ഗെയിൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ചുള്ള ക്വസ്റ്റ്യൻ ആണേ, വെരി ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സാർ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മോഡലിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ പേരിലൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എ എം എന്നൊക്കെ വായിച്ചാൽ കേട്ടോ. എ എം ആൻഡ് ജെ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. M retires from the firm. On his date of retirement, ₹60,000 becomes due to him. A and J promised to pay
him in installments every year at the end of the year to which he agreed. Okay, prepare M's loan account when payment is made for yearly installment plus interest at 12% per annum on the unpaid balance. ഓക്കെ അല്ലേ? എന്താ പറയണേ? എയും എമ്മും ജെയും ഒരു കമ്പനിയിലെ പാർട്ട്നേഴ്സ് ആണ്. എം റിട്ടയർ ആകുകയാണ്. എം റിട്ടയർ ആകുന്ന ടൈമിൽ എം എത്ര രൂപ പേ ഓഫ് ചെയ്യണം? 60,000 rupees പേ ഓഫ് ചെയ്യണം. ഓക്കെ അല്ലേ? പക്ഷേ നമ്മുടെ പാർട്ട്നേഴ്സ് ആയ എയ്ക്കും ജെയ്ക്കും ഇപ്പൊ കൈ ക്യാഷ് ഇല്ല. അപ്പോൾ എന്ത് പറഞ്ഞു? ഇപ്പൊ ക്യാഷ് തരാൻ പറ്റില്ല, പകരം ഞങ്ങൾ എന്തിനാന്ന് പറഞ്ഞു? 4 year അല്ലേ? പേ ഹിം ഇൻസ്റ്റാൾമെന്റ്സ് എവരി ഇയർ അല്ലേ? ഓക്കെ 4 year കേട്ടോ. ടുഗദർ പ്രോമിസ് ടു പേ ഹിം ഇൻസ്റ്റാൾമെന്റ്സ് എവരി ഇയർ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ വിച്ച് അഗ്രീഡ്. 4 year ഇൻസ്റ്റാൾമെന്റ് ആണ് കേട്ടോ. 4 year കേട്ടോ അവിടെ 4 year കേട്ടോ. 4 year ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു കേട്ടോ. എന്താണ് അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്, 12% ഇൻട്രസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 4 year ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ്, 12% ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ലോൺ അക്കൗണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. പ്രിപ്പയർ ഏസ് ലോൺ അക്കൗണ്ട് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനില്ലേ? പ്രിപ്പയർ ഏസ് ലോൺ അക്കൗണ്ട്. ഏയുടെ ലോൺ അക്കൗണ്ട് ആണ് എംസ് ലോൺ അക്കൗണ്ട്. എമ്മിന്റെ ലോൺ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ 4 year ആണ് കേട്ടോ. ഇൻ 4 installments കേട്ടോ. ഇൻ 4 installments every year at the end of the year. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 60,000 rupees ആണ് പേ ഓഫ് ചെയ്യേണ്ടത്. നമ്മൾ 4 year കൊണ്ടാണ് എമൗണ്ട് ഫുൾ പേ ഓഫ് ചെയ്യാൻ പോകുന്നത്. വെറുതെ എമൗണ്ട് മാത്രം കൊടുക്കുന്നത്. 12% ഇൻട്രസ്റ്റ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 12% ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എമൗണ്ട് പേ ഓഫ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തോളൂ? വേഗം ചെയ്ത് നോക്കിക്കോളൂ. ലോൺ അക്കൗണ്ട് ആണ്, എമ്മിന്റെ ലോൺ അക്കൗണ്ട് ആണ് കേട്ടോ. ഞാനൊരു 5 minutes ടൈം തരാൻ വേഗം ചെയ്ത് നോക്കട്ടെ. ഞാൻ ആൻസർ കാണിക്കാം, ജസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മക്കളെ ഇതാ ആൻസർ കാണിക്കാൻ പോവാം കേട്ടോ. നമുക്ക് ആൻസർ നോക്കി പോകാം. ഓക്കെ, ഇതാ എംസ് ലോൺ അക്കൗണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് എന്ത് ചെയ്യാം? ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഇവിടെ ഇയർ കേട്ടോ. ഇയർ എന്ന് ഡേറ്റ് ഒന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇയർ 1 ഇയർ 2 എന്ന് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇയർ 1 കണ്ടോ? ക്യാപിറ്റൽ 60,000 ഉണ്ട്. അതിന്റെ 12% ഇൻട്രസ്റ്റ് 7,200 ആണ്. ഫസ്റ്റ് സംഭവം കണ്ടുപിടിക്കാം കേട്ടോ. ഈ 60,000 rupees ഇല്ലേ? 60,000 ആണ് അവർ പേ ചെയ്യാനുള്ളത്. 4 ഇയറിലല്ലേ പേ ചെയ്യുക? അപ്പോൾ ഒരു വർഷത്തെ കൊടുക്കുക, ഒരു ഇയറിലത്തെ കൊടുക്കേണ്ടത് 15,000 ആണ് കേട്ടോ. 15,000 കണ്ടോ? ഇത് ആദ്യം കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ കണ്ടോ? പേ ഓഫ് നോക്കി ഡെബിറ്റ് സൈഡില് ടു ബാങ്ക് 15,000 പേ ഓഫ് ചെയ്യണം. വെറുതെ 15,000 മാത്രമല്ല, പ്ലസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദാറ്റ് ഇയർ അല്ലേ? അപ്പോൾ ഇത്ര ഇൻട്രസ്റ്റ് 7,200 ആണ്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്തിട്ട് 22,200 പേ ചെയ്യുക കേട്ടോ. 22,200 ആണ് ഫസ്റ്റ് ഇയർ പേ ചെയ്യേണ്ടത്. അപ്പോൾ ബാലൻസ് വരുന്ന എമൗണ്ട് 45,000 ആണ് കേട്ടോ. 60,000 ഇൻട്രസ്റ്റ് കൂടി വെച്ച് പേ ചെയ്ത് കഴിയുമ്പോൾ 45,000 റിമൈനിങ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി 45,000 ആണ് നെക്സ്റ്റ് ഇയർ പേ ചെയ്യേണ്ടത്. അവിടെ എന്താണ്? അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുക കേട്ടോ. 45,000 12% ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക കണ്ടോ. അങ്ങനെ അപ്പോൾ 5,400 വരും. പേ ഓഫ് ചെയ്യുമ്പോൾ സെയിം എമൗണ്ട് 15,000 തന്നെ പ്ലസ് 5,400 ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 20,400 വരും. അതിന് മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 30,000 കിട്ടും. ഇതാ സെക്കൻഡ് ഇയറിലെ ബാലൻസ്. ഈ ബാലൻസ് എന്ത് ചെയ്യുക? തേർഡ് ഇയറിലേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ എന്തോരും ബാലൻസ് ബ്രോ ഡൗൺ 30,000 ആണ്. 30,000 12% ഇൻട്രസ്റ്റ് 3,600 വരും. ഇനി എന്ത് ചെയ്യുക? പേ ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? 15,000 ആണ് ഒരു ഇയറിൽ പേ ഓഫ് ചെയ്യേണ്ടത്. പ്ലസ് ഇൻട്രസ്റ്റ് ഓഫ് ദാറ്റ് പീരീഡ് എത്രയാണ്? 3,600 കൂടി ആഡ് ചെയ്യുമ്പോൾ 18,600 ആണ് കേട്ടോ. റിമൈനിങ് ബാലൻസ് 15,000 ആണ്. ബാലൻസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ബാലൻസ് 15,000 ആണ്. ഇനി എന്ത് ചെയ്യുക? ഇയർ 4 കാണിച്ചോളൂ. നെക്സ്റ്റ് പേജ് ആണ്. ഇയർ 4 ആകുമ്പോൾ എന്ത് ചെയ്യുക? 15,000 ആണ് പ്രീവിയസ് ഇയർ ബാലൻസ്. അത് എടുക്കുക. അതിൻ്റെ 12% ഇൻട്രസ്റ്റ് അപ്പോൾ 1,800 വരും. ഇനി പേ ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? 15,000 പേ ഓഫ് ചെയ്യുക പ്ലസ് 1,800 കൂടി ആഡ് ചെയ്യുമ്പോൾ 16,800 ആണ് പേ ഓഫ് ചെയ്യേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യും? 4 ഇയർ കൊണ്ട് എന്ത് ചെയ്യും? ആ ലോൺ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ക്ലോസ് ആവുകയാണ് കേട്ടോ. ക്ലോസ് ചെയ്യണം. ഓക്കെ, കിട്ടിയെങ്കിൽ ചാറ്റ് വന്നേ. കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ, അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ ആൻസർ. സാർ ഫസ്റ്റ് ഒന്ന് കാണിച്ചോളൂ. ആൻസർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. പിന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ അതുലൊക്കെ ഇപ്പോഴാണ് വരുന്നത്. അതുലേ അതിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നാണ്.
ഓക്കെ സാറേ അത് കാണിച്ചോട്ടെ, ലാസ്റ്റ് കൂടി കാണിച്ചോളൂ. എസ് കൂടി ബാലൻസ് ആണ്, 4th ഇയർ ആണ് കേട്ടോ. 4th ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ലോൺ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഇയറിലെ ട്രീറ്റ്മെൻ്റ് ആണ് ഇത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എസ് എ ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. എസ് എ ക്വസ്റ്റ്യൻ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിന്റെ കേസിൽ എസ് എ ക്വസ്റ്റ്യൻ കാണിക്കാം. ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ യെസ് ക്വസ്റ്റ്യൻ വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ക്വസ്റ്റ്യൻ ആദ്യം കാണുന്നത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഞാൻ സമയം തരാം ചെയ്യാൻ. നിങ്ങൾക്ക് വീണ്ടും നോക്കാൻ വേണ്ടിയാണ്, ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോഹിത്, നീരജ് ആൻഡ് സോഹൻ ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ക്രീൻഷോട്ട് എടുത്തോളുക. അവിടെ നോക്കി, ദ ബാലൻസ് ഷീറ്റ് ഓഫ് മോഹിത്, നീരജ് ആൻഡ് സോഹൻ ഹു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ ടു ദെയർ ക്യാപിറ്റൽ റേഷ്യോ ആണ് കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ ബേസ് റേഷ്യോ എടുക്കുക കേട്ടോ. ആസ് ഓൺ 31 March 2020 അവരുടെ ബാലൻസ് ഷീറ്റ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റിൽ നോക്കി, ആസറ്റ് സൈഡിലെ ബിൽഡിംഗ് പറയുന്നുണ്ട്, മെഷീനറി, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, അതുപോലെ ഡെറ്റേഴ്സിന്റെ പ്രൊവിഷൻ മൈനസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ് പറയുന്നത്. ലയബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. പിന്നെ അവിടെ ക്യാപിറ്റൽ ബാലൻസ്, മോഹിത്തിന്റെ ക്യാപിറ്റൽ ബാലൻസ്, നീരജിന്റെ, സോഹന്റെ ബാലൻസ് പറയുന്നുണ്ട്. ദെൻ വൺ മോർ ഐറ്റം ജനറൽ റിസർവ് ഉണ്ട്, റിസർവ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ക്യാപിറ്റൽ ഇല്ലേ എത്രയാണ്, 80,000, 40,000, 40,000. അപ്പൊ അതിന്ന് റേഷ്യോ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ റേഷ്യോ എങ്ങനെ വരും, 80:40:40 അല്ലേ. അപ്പോൾ 8:4:4 അല്ലേ. അപ്പൊ 2:1:1 ഇടാം. അപ്പോൾ ഇതാണ് റേഷ്യോ കേട്ടോ. ഇവിടെ റേഷ്യോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, പകരം എന്താ പറഞ്ഞിരിക്കണേ, റേഷ്യോ അക്കോർഡിംഗ് ടു ദർ ക്യാപിറ്റൽ എന്ന് പറയാണ്. അപ്പോൾ അവിടെ ക്യാപിറ്റലിന്റെ ബേസ് ആണ് റേഷ്യോ വരുന്നത് കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ 80,000, 40,000, 40,000 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇന്ന് റേഷ്യോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ റേഷ്യോ വിൽ ബി 2:1:1 വരും കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് റേഷ്യോ. സാർ ഞാൻ അടുത്ത് കാണിച്ചോളൂ. ഇത് ബാലൻസ് ആണ് കേട്ടോ. ഓൺ ദാറ്റ് ഡേറ്റ് നീരജ് ഡിസൈഡ് ടു റിട്ടയർ. ആരെ റിട്ടയർ ആണ് മക്കളെ, സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ, സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. ആരെ റിട്ടയർ ആണ്, നീരജ് ആണ് കേട്ടോ. നീരജ് റിട്ടയർ ആവുകയാണ് കേട്ടോ. നീരജ് പാർട്ണർ അല്ലേ, നീരജ് റിട്ടയർ ആവുകയാണ്. നീരജ് റിട്ടയർ ആവുന്ന ടൈമില് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് താഴെ പറയുന്നുണ്ട്. ഇതൊക്കെ നോക്കാം. ബിൽഡിംഗ് ടു ബി അപ്രീഷിയേറ്റഡ് ബൈ 20%. ബിൽഡിങ്ങിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തു 20% എന്ന് പറയുന്നത് എമൗണ്ട് പറയുന്നില്ല, പെർസെന്റേജ് ആണ്. അപ്പം എമൗണ്ട് ഫിഗർ ഔട്ട് ചെയ്യുക കേട്ടോ, കണ്ടുപിടിക്കണം. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ടു ബി ഇൻക്രീസ്ഡ് ടു 15% ഓഫ് ഡെറ്റേഴ്സ്. അപ്പൊ എന്താണ്, പ്രൊവിഷൻ ഉണ്ട്, പ്രൊവിഷൻ 15% ഇൻക്രീസ് ചെയ്ത് കേട്ടോ. ഡെറ്റേഴ്സിൽ നിന്നും 15% ഇൻക്രീസ് ചെയ്തെന്ന് പറയും. കാരണം ഓൾറെഡി ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്, അത് കൂടാതെ ഒന്ന് ഇൻക്രീസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. എമൗണ്ട് പറയുന്നില്ല, നമ്മൾ അവിടെയും എമൗണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, തേർഡ് വൺ, മെഷീനറി ടു ബി ഡിപ്രീഷിയേറ്റഡ് ബൈ 20%. മെഷീനറി ഡിപ്രീഷിയേറ്റ് എന്ന് പറയുന്നത് ജോസഫ് എന്തോ കഴിച്ചോണ്ട ക്ലാസ് കാണുന്നത് സീരിയലോ കേട്ടോ. 20% ഡിപ്രീഷിയേറ്റ് എന്ന് പറയുന്നുണ്ട്, അവിടെയും എമൗണ്ട് പറയുന്നില്ല, എമൗണ്ട് കണ്ടുപിടിക്കണം. ലാസ്റ്റ് വൺ, ഗുഡ് വിൽ ഓഫ് ദ ഫേം വാല്യൂഡ് അറ്റ് 72,000 ആൻഡ് ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഈസ് അഡ്ജസ്റ്റഡ് ത്രൂ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ്. അപ്പൊ എന്താണ്, ഇവിടെ ഗുഡ് വിൽ ഉണ്ട്. ഗുഡ് വിൽ എന്ത് ചെയ്യണം, നമ്മൾ റിട്ടയർ ആയി പോകുന്ന ആൾക്ക് നമ്മൾ ഷെയർ കൊടുക്കണം. പക്ഷെ അവിടെ എന്താണ്, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. കണ്ടോ, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യേണ്ട കേസാണ്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലാസ്റ്റ് വന്ന് നോക്കിയേ, ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം ഫിക്സഡ് ടു ബി 1,20,000. അതായത് നീരജ് റിട്ടയർ ആയി കഴിയുമ്പോൾ ഉള്ള പുതിയ ഫേമിന്റെ ക്യാപിറ്റൽ എത്ര ആയിരിക്കണം, 1,20,000 ആയിരിക്കണം കേട്ടോ. അത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ. അത് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്, യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ദ ന്യൂ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ദ റിട്ടയർമെന്റ് ഓഫ് നീരജ് റിട്ടയർ ആയി കഴിയുമ്പോൾ ഉള്ള ബാലൻസ് ഷീറ്റ് കൂടി എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് നോക്കൂ കേട്ടോ. വേഗം ചെയ്ത് നോക്കൂ, റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് നോക്കിക്കോളൂ. റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ കയ്യില്ല, രണ്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ കയ്യില്. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ടൈം ഒരു 5 minutes ടൈം തരാം. ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഫസ്റ്റ് ചെയ്തോളൂ സാറേ കേട്ടോ. ഓക്കെ മക്കൾ, ഇത് ആൻസർ കാണിക്കാൻ പോവാണ്. ആൻസർ അവൈലബിൾ ആണ്, ആൻസർ കാണിക്കുകയാണ്. യെസ്, നോക്കാം. ഫസ്റ്റ് ബിൽഡിംഗ് എമൗണ്ട് 20,000 കിട്ടിയ ടാറ്റാന്നേ, 20,000. പിന്നെ ഡെബിറ്റ് സൈഡില് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 2,000.
മെഷീനറി 10,000 കേട്ടോ. 3 ഐറ്റംസ് ആണ് കേട്ടോ. 3 ഐറ്റംസ് അഡ്ജസ്റ്റ്മെന്റ് പറയാം സാറേ. അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചോളൂ. വീഡിയോ ക്വസ്റ്റ്യൻ ബിൽഡിങ്, പ്രൊവിഷൻ, മെഷീനറി കേട്ടോ. ഓക്കെ, 3 ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ 3 ഐറ്റംസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സാർ ഞാൻ ആൻസർ കാണിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ബാലൻസ് വരുന്ന എമൗണ്ട് 8,000 പ്രോഫിറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? മോഹിത്തിന് ഡിവൈഡ് ചെയ്യുമ്പോൾ 4,000, നീരജിന് 2,000, സോഹത്തിനും 2,000 കേട്ടോ. അങ്ങനെ 4:2 അതിൽ 4,000, 2,000, 2,000 ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ശരിയല്ലോ. 8,000 ഇൻറ്റു 2/4, 8,000 ഇൻറ്റു 1/4, 8,000 ഇൻറ്റു 1/4 കേട്ടോ. സെമി ഗെയിം ആണ് കേട്ടോ. 4,000, 2,000, 2,000. ഓക്കെ, അപ്പോൾ അതാണ് റീവാലുവേഷൻ പ്രോഫിറ്റ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അത് കൂടി കാണിക്കണം കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ വരച്ച് കാണിക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാൻ പോവാണ്. സാറേ ഹാൻഡ് റൈസിംഗ് ഡൗട്ടാണോ? ഹാരൂണെ ഡൗട്ടാണോ? ഹാരൂണെ ഇൻക്രീസ്ഡ് 3,000 നമ്മൾ ബാലൻസ് ഷീറ്റ് മൈനസ് ചെയ്താൽ മതി. സാറേ ക്വസ്റ്റ്യൻ കാണിച്ചാലോ? ഒരു മിനിറ്റ് ഇതാ നോക്കി. സാറേ ഫസ്റ്റ് ബാലൻസ് ഷീറ്റ് നിർത്തി. ബാലൻസ് ഷീറ്റ് അല്ല, എനിക്ക് ബാലൻസ് ഷീറ്റ് അതന്നെ നോക്കി. ഇവിടെ കണ്ടോ? 1,000. ഇതാ അതായത് ഇവിടെ നോക്കിയേ, ഓൾറെഡി പ്രൊവിഷൻ 1,000 ഉണ്ട് കേട്ടോ. ഡെറ്റേഴ്സ് 20,000 ആണ്, ലെസ് പ്രൊവിഷൻ 1,000 ഉണ്ട് കേട്ടോ. അങ്ങനെ 90 വന്നിരിക്കുകയാണ്. ഇനി എന്താ അഡ്ജസ്റ്റ്മെന്റ് എന്താ പറയണേ? 15% അല്ലേ? നമ്മുടെ 15% ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നത്. ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 15% ഡെറ്റേഴ്സിന്റെ 15% കണ്ടുപിടിക്കണം. എത്ര ഡെറ്റേഴ്സ് ഉള്ളത്? ഈ 90 എടുക്കരുത് കേട്ടോ. 90 അല്ല എടുക്കേണ്ടത്, 20 തന്നെ എടുക്കേണ്ടത്. 20 ഈ 20,000ന്റെ 15% നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതൊക്കെ വരും 3,000 വരും അല്ലേ? 3,000 വരും. 3,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന, ദാറ്റ് മീൻസ് 2,000 ഇൻക്രീസ് ചെയ്തത് കേട്ടോ. 1,000 ഓൾറെഡി ഉണ്ട്, 2,000 കൂടി ഇൻക്രീസ് ചെയ്തു, അത് 3,000 ആയി എന്നാണ് കേട്ടോ. ഇനി നമ്മൾ ഈ 3,000 എവിടെ നിന്ന് മൈനസ് ചെയ്യേണ്ടത്? ന്യൂ ബാലൻസ് ഷീറ്റിലെ ഡെറ്റേഴ്സിന് എത്ര മൈനസ് ചെയ്യേണ്ടത്? 3,000 മൈനസ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ ആ ചേഞ്ച് ഞാൻ എപ്പോഴും പറയാറില്ലേ, റീവാലുവേഷൻ അക്കൗണ്ട് എപ്പോഴും ചേഞ്ച് എടുക്കണം. ചേഞ്ച് കേട്ടോ. എൻ്റെ മെഷീനറി അപ്രീഷിയേറ്റ് ചെയ്തു, അപ്പോൾ ആ ചേഞ്ച് അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും ചേഞ്ച് ആണ് ഇവിടെ എടുക്കേണ്ടത്, റീവാലുവേഷൻ അക്കൗണ്ട് എടുക്കേണ്ടത് കേട്ടോ. എക്സാക്ട് എമൗണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? ടു ദ ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ട്? 3,000, 2,000 ആണ്. അപ്പോൾ അത് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ. അവിടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. സാറേ മതി കേട്ടോ. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ദർ ആർ 3 പാർട്ട്നേഴ്സ്, മോഹിത്ത്, ആരൊക്കെയാണ്? നീരജ്, സോഹൻ. സാർ ക്വസ്റ്റ്യൻ എനിക്ക് സ്ക്രീൻ കാണിക്കാൻ പറ്റുമോ? ഇവിടെ മോഹിത്താണോ ആദ്യം? മോഹിത്ത്, നീരജ് അല്ലെ? നീരജ്, സോഹൻ. ഇവിടെ മോഹിത്ത്, നീരജ്, സോഹൻ കേട്ടോ. 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് അറിയാം? ഫസ്റ്റ് എന്ത് ചെയ്തപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ ക്രെഡിറ്റ് ചെയ്തിട്ട് ബൈ ബാലൻസ് ബ്രോ ഡൗൺ ക്യാപിറ്റൽ ബാലൻസ് കേട്ടോ. എത്ര ക്യാപിറ്റൽ ബാലൻസ് വന്നിരിക്കുന്നത്? പാർട്ട്നേഴ്സിന്റെ ക്വസ്റ്റ്യൻ കാണിച്ചാൽ മതി. അല്ല, ഫസ്റ്റ് തരാൻ പറ്റുമോ? ഇതില് 40,000 ആണ് കേട്ടോ ക്യാപിറ്റൽ വന്നത് കേട്ടോ. ഇതാണ് ക്യാപിറ്റൽ വന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് ചെയ്തിട്ടുണ്ട് 8,000, 40,000 ആണ്. പിന്നെ റിസർവ് ഇല്ല, റിസർവ് ഡിവൈഡ് ചെയ്തോ കേട്ടോ. റിസർവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം കേട്ടോ. റിസർവ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്തോളൂ. അറിയാലോ റേഷ്യോ? അറിയാലോ റേഷ്യോ 2:1:1 ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ റേഷ്യോ? ഓക്കെ, 2:1:1 ആണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റീവാലുവേഷനിലെ ഇപ്പൊ ചെയ്ത റീവാലുവേഷന്റെ പ്രോഫിറ്റ് കേട്ടോ. റീവാലുവേഷൻ പ്രോഫിറ്റ് എങ്ങനെ വന്നത്? 4,000, 2,000, 2,000 ആണ് കേട്ടോ. അറിയാവുന്നതൊക്കെ പോസ്റ്റ് ചെയ്തോ കേട്ടോ. ഇനി ഗുഡ് വിൽ കൊടുക്കണ്ടേ? ഗുഡ് വിൽ ഉണ്ടല്ലോ, അവിടെ നോക്കിയിട്ട് മക്കളെ 72,000 ആണ് ഗുഡ് വില്ല്. 72,000 ആണ് ഗുഡ് വില്ല് പറയണേ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റിട്ടയർ ആയി പോകുന്ന ആളല്ലേ, അയാൾ ഷെയർ കണ്ടിരിക്കട്ടെ. 1/4 അല്ലേ?
ഷെയർ വയ്ക്കുമ്പോൾ 18,000 വരും കേട്ടോ. 18,000 വരും കേട്ടോ. അതെന്ത് ചെയ്യണം? റിമൈനിങ് പാർട്ട്നേഴ്സ് 2:1 ഡിവൈഡ് ചെയ്യണം കേട്ടോ. 2:1 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നീരജില്ല പോകണം. അപ്പോൾ ബൈ മോഹിത് ക്യാപിറ്റൽ, ബൈ മോഹിത് ക്യാപിറ്റൽ മോഹിത് കൊടുക്കുന്ന എമൗണ്ട് എഴുതണം. അതുപോലെ ബൈ സോഹൻസ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം? അത് രണ്ടും ഇവിടെ എഴുതണം, ഇവിടെ അക്കൗണ്ട് ചെയ്തോ കേട്ടോ. നീരജിൻ്റെ അക്കൗണ്ട് ചെയ്തോ കേട്ടോ. എത്ര എമൗണ്ട് ആണെന്നുള്ളത് കേട്ടോ. 18,000 വരുന്നത് അത് എന്ത് ചെയ്യണം? 2:1 ഡിവൈഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 12,000-ഉം 6,000 വരും കേട്ടോ. 12,000-ഉം 6,000 വരും. റിസർവ് ഡിവൈഡ് ചെയ്യുമ്പോൾ എമൗണ്ട് 10,000, 5,000, 5,000 ആണ് കേട്ടോ. 5,000, 5,000 ആണ്. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിൽ ഈ എമൗണ്ട് കൊടുത്തപ്പോൾ ഇവിടെ കേട്ടോ നീരജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? മോഹിത്തിൻ്റെ എമൗണ്ട് മോഹിത്തിൻ്റെ അക്കൗണ്ട് ചെയ്ത് കേട്ടോ. 12,000 മോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. സോഹൻ്റെ കയ്യിൽ നിന്ന് 6,000 പോകുന്നുണ്ട് കേട്ടോ. നീരജിന് ഇവിടെ എമൗണ്ട് കിട്ടുന്നുണ്ട് കാണിക്കുക കേട്ടോ. ഓക്കെ, എന്ത് ചെയ്യാം? ഇനി ഇതൊന്ന് റഫായിട്ടൊന്ന് ബാലൻസ് ചെയ്യാം കേട്ടോ. ബാലൻസ് ചെയ്തോളൂ. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ കേട്ടോ. അത് ലാസ്റ്റ് താഴെ ചെയ്യാം കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. നമുക്ക് താഴെ ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യാമല്ലോ. ബാലൻസ് ചെയ്തു. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് താഴെ ചെയ്യാം കേട്ടോ. മിക്ക സ്കൂളുകളിലും അങ്ങനെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് താഴെ ഇത് ആദ്യം ബാലൻസ് ചെയ്തിട്ട് താഴെയാണ് കേട്ടോ കാണിക്കുന്നത് കേട്ടോ. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ശ്രേയ ചെയ്യുന്നുണ്ടോ? ശ്രേയ നോക്കാം. 47,000 വരും അല്ലേ? 47,000 ഇവിടെ 47,000 വരും. ഇവിടെ എത്ര വരിക എമൗണ്ട് ഒന്ന് ആദ്യം നോക്കിക്കോളൂ. എത്ര വരിക? 65 ആണ് വരിക കേട്ടോ. 65,000 വരിക കേട്ടോ. 65,000. ഓക്കെ, ദെൻ ഇവിടെ ലാസ്റ്റ് എത്ര വരിക? 94 വരുന്നത്. 94,000 വരും കേട്ടോ. 94,000 വരും. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇത് ബാലൻസ് ചെയ്യട്ടെ. അപ്പോൾ 94 12,000 പോയിട്ട് ബാക്കി 82,000 വരും. ഇവിടെ 65,000 തന്നെ. ഇവിടെ 41,000 കേട്ടോ. 47 6 മൈനസ് ചെയ്യണ്ടേ? 41,000 വരും കേട്ടോ. ഇനി നമുക്ക് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം കേട്ടോ. എങ്ങനെ അറിയാം? ഇപ്പോൾ ഈ ബാലൻസ് കൊണ്ട് എടുത്തിരിക്കും കേട്ടോ. ബൈ ബാലൻസ് ബ്രോഡ് ഇത് ഇവിടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പോകാം കേട്ടോ. ബൈ ബാലൻസ് ബ്രോഡ് എത്രയാണ് പറയുന്നത്? 82,000, 65,000, 41,000 കേട്ടോ. ഇതാണ് നമുക്ക് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പോകാം. അതൊക്കെ അറിയാലോ മക്കളെ. ഈ നീരജ് ഇദ്ദേഹം റിട്ടയർ ആയി പോവല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഇദ്ദേഹത്തിന്റെ എമൗണ്ട് മാത്രം അങ്ങോട്ട് മാറ്റാം, ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ അത് ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റാം കേട്ടോ. ലോൺ അക്കൗണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റാം കേട്ടോ. 65,000 കേട്ടോ. അദ്ദേഹത്തിന് നമ്മൾ പേ ഓഫ് ചെയ്യണ്ടോ? അദ്ദേഹം പോവല്ലേ? അപ്പോൾ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ കാണിച്ചാൽ ഈ എമൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എത്ര നോക്കി? ബാലൻസ് ക്യാഡ് ഒക്കെ ചെയ്യാം കേട്ടോ. ബാലൻസ് ക്യാഡ് ഒരു സ്പേസ് ചെയ്തു കേട്ടോ. എത്ര ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്? എത്ര ആവണമെന്ന് പറയുന്നത്? പുതിയ ക്യാപിറ്റൽ 1,20,000 ആവണമെന്നാണ് കേട്ടോ. 1,20,000. അപ്പോൾ നോക്കിയേ, ഓൾറെഡി ഒരു എത്ര ക്യാപിറ്റൽ പറയുന്നത്? 1840 ആണ് കേട്ടോ. അപ്പോൾ എഴുതിക്കോ കേട്ടോ. ഇവിടെ 80,000 കേട്ടോ. ശരിക്കും ഒരു ക്യാപിറ്റൽ ഉണ്ടോ? 80,040 ആണ് കേട്ടോ. ശരിയാവൂല്ലേ? 1,20,000 ആകൂല്ലേ അത്? കണ്ടോ? 1,20,000 ആവും കേട്ടോ. 1,20,000 ആവും. അപ്പോൾ പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാം കേട്ടോ. ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് വരും? ബാലൻസ് ചെയ്യുമ്പോൾ ഓക്കെ, എങ്ങനെയാണ് ബാലൻസ് ചെയ്യുമ്പോൾ വരിക? 41,000 അല്ലേ? ഇവിടെ 40 ഉള്ളൂ. അപ്പോൾ 1,000 കൂടെ എക്സ്ട്രാ ക്യാഷ് ആയിട്ട് വരും അല്ലേ? ഇവിടെ 65 നമ്മൾ പേ ഓഫ് ചെയ്യുന്ന എമൗണ്ട് ആണ്. അദ്ദേഹം റിട്ടയർ ആയി പോവുകയാണ്. അപ്പോൾ 65 തന്നെ വരും. ഇവിടെ 82,000 ആണ്. ഇവിടെ 80 ഉള്ളൂ. അപ്പോൾ 2,000 rupees. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? അവിടെ ഒരു ബാങ്ക് കേട്ടോ. അവിടെ ബാങ്ക് എന്നിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻസ് ചെയ്യും കേട്ടോ. ഒരു 2,000 ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഒരു 1,000 ഉണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ എന്താ കണ്ടോ? ആകെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ഉണ്ട്. ക്യാപിറ്റൽ 1840 ആണ് കേട്ടോ. അവിടെ ക്യാപിറ്റൽ സെയിം ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ 1,20,000 ക്യാപിറ്റൽ വരുന്നുണ്ട്.
ഇതാണ് ആൻസർ കേട്ടോ. ന്യൂ ഫോമിന്റെ ആയിട്ട് മക്കളെ പറയണേ. ന്യൂ ഫോമിന്റെ ക്യാപിറ്റൽ ആയിട്ട് 1840 അങ്ങനെ 1,20,000 പറഞ്ഞു കേട്ടോ. 1,20,000 പറയണം. ദേവാമൃത കാര്യമായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ് ഉണ്ട് കേട്ടോ. ബാലൻസ് ഷീറ്റ് ഞാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയി ചാറ്റ് വന്നേ. ഓക്കെ ഇത് ഓക്കെ ആയി ചാറ്റ് വന്നേ. ഓക്കെ, ഇതിനൊക്കെ സ്ഥലം ബാലൻസ് ഷീറ്റ് കാണിച്ചോ കേട്ടോ. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. കംപ്ലീറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. സാറേ ബാലൻസ് ഷീറ്റ് കാണിച്ചോളൂ. യെസ് സാറേ, അത് മാത്രം എടുത്ത് കാണിക്കുമോ? എനിക്ക് ഇത് എടുത്തിട്ട് കാണാൻ പറ്റില്ല. യെസ്, ഇതാണ് ബാലൻസ് ഷീറ്റ് ആണ്. ഇത് കണ്ടോ, ന്യൂ ബാലൻസ് ഷീറ്റ് ആണ്. ബിൽഡിംഗ് കണ്ടോ, ബിൽഡിംഗ് 1,00,000 ഉണ്ടായിരുന്നുള്ളൂ. 20,000 ആഡ് ചെയ്ത് 1,20,000 വന്നിട്ടുണ്ട്. മെഷീനറിയുടെ എമൗണ്ട് ഇപ്പോൾ 40,000 ആയിട്ടുണ്ട്. 40,000 ആണ്. സ്റ്റോക്ക് 18,000 ആയിട്ടുണ്ട്. ഡെറ്റേഴ്സ് കണ്ടോ, നേരത്തെ ഹാരൂൺ ചോദിച്ചാണ്. ഡെറ്റേഴ്സ് 20,000 ആണ് ഇപ്പോൾ. ഇവിടെയാണ് 3,000 മൈനസ് ചെയ്യണം കേട്ടോ. 1,000 ഓൾറെഡി ഉണ്ടായിരുന്നു, 2,000 ഇൻക്രീസ് ചെയ്തു. അങ്ങനെ 1,000 പ്ലസ് 2,000 3,000 ആയി കേട്ടോ. അപ്പൊ 3,000 മൈനസ് ചെയ്യേണ്ടത് എവിടെയാണ്? ന്യൂ ബാലൻസ് ഷീറ്റ്. അപ്പൊ ഡെറ്റേഴ്സിൽ നിന്നും 3,000 മൈനസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 17,000 ബാലൻസ്. And in the liability side, creditors 21,000. There is a bank overdraft of rupees 54,000. And the capital ഉണ്ടോ, പുതിയ പാർട്ട്നേഴ്സിന്റെ എത്രയാണ്? 80-40 ആണ് കേട്ടോ. 1,20,000 വരണമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്തു? 1,20,000 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 80,000 ഫോർ മോഹിത് ആൻഡ് സോഹൻ 40. നീരജ് ഇല്ല കേട്ടോ, കാരണം നീരജ് റിട്ടയർ ആയി പോയി. ഇനി ന്യൂ ബാലൻസ് ഷീറ്റിലും പുതിയ ക്യാപിറ്റലിലും ആരില്ല? നീരജ് നഹിഹെ. അപ്പൊ നീരജിന് ഇല്ല, അപ്പൊ നീരജിനെ ആഡ് ചെയ്യുന്നില്ല. സോഹനും മോഹിത്തും മാത്രമേ ഉള്ളൂ. അതിൽ വെള്ളം കുടിച്ചു പോയി. ഇത് കണ്ടപ്പോ കേട്ടോ 1,20,000 ആണ് ന്യൂ ക്യാപിറ്റൽ എന്നിട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മോഡലില് റിട്ടയർമെന്റ് കേസിൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു മോഡലിൽ ചെയ്യട്ടോ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇനി ഒരു 10 minutes ബ്രേക്ക് ഉണ്ട്. ബ്രേക്ക് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, വേഗം പോയിട്ട് വന്നോളൂ. വേഗം വീഡിയോ ഓൺ ചെയ്തോളൂ. ജോസഫ് അതുൽ ആദ്യം വന്നിട്ടുണ്ട്. ദേവികൃപ, ഹാരൂൺ, വിവേക് ഒക്കെ വേഗം വീഡിയോ ഓൺ ചെയ്യൂ. നമ്മളിപ്പോൾ റിട്ടയർമെൻറ്റും ഡെത്തും എടുത്തു കഴിഞ്ഞു കേട്ടോ. ഡെത്തിൻ്റെ കേസ്, റിട്ടയർമെൻറ്റ് കേസ് നോക്കി, നമ്മൾ ലോൺ അക്കൗണ്ടൊക്കെ നോക്കി, എസ് എ കോസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഈ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ഇല്ലേ, ഡിസ്ട്രിബ്യൂഷൻ, ആ ചാപ്റ്റർ നോക്കാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നും ഒരു തിയറി നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാം. ആ തിയറിയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫേം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. തിയറി ആയിട്ട് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Write any 3 or 4 difference between distribution of partnership and distribution of firm എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ ആൻസർ സാറെ കാണിച്ചോളൂ. യെസ്, ഞാൻ ചെയ്തില്ല. ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫേം എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഫസ്റ്റ് വൺ, ടെർമിനേഷൻ ഓഫ് ബിസിനസ്സിലെ ദ ബിസിനസ് ഇസ് നോട്ട് ടെർമിനേറ്റ്. അറിയാലോ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യില്ല. പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റ് മാത്രമേ ടെർമിനേറ്റ് ചെയ്യുള്ളൂ, ബിസിനസ് ക്ലോസ് ചെയ്യില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫേം, ദ ബിസിനസ് ഓഫ് ദ ഫേം ഈസ് എന്താണ്? ക്ലോസ്ഡ്. നമ്മൾ എന്ത് ചെയ്യും? അത് ക്ലോസ് ചെയ്യും. ബിസിനസ് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ ടെർമിനേഷൻ എവിടെ നടക്കുക? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫേമിലാണ് ടെർമിനേഷൻ നടക്കുക. ഇവിടെ ബിസിനസ് ക്ലോസ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, സെക്കൻഡ് നോക്കാം.
സെറ്റിൽമെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മൾ എന്ത് ചെയ്യും? ഡിസിഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല നമ്മള് നമ്മൾ റീവാല്യൂ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഡിസിഷൻ ഓഫ് ഫേം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ്സ് വിൽക്കും അല്ലെ, സെയിൽ ചെയ്തിട്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യും. അതാണ് എവിടെ നടക്കുന്നത്? ഡിസിഷൻ ഓഫ് ഫേം കേട്ടോ. ഇനി കോർട്ട്സ് ഇന്റർവെൻഷൻ. ഡിസിഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ കോർട്ടിന്റെ ഇന്റർവെൻഷൻ ആവശ്യമില്ല അല്ലെ. പാർട്ട്നേഴ്സ് തന്നെ അവർക്ക് തമ്മിൽ എന്ത് ചെയ്യാം? ഡിസൈഡ് ചെയ്യാം എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യണം അല്ലെ, എങ്ങനെ അത് ക്ലോസ് ചെയ്യണം ഡിസൈഡ് ചെയ്യാം. പക്ഷേ ഡിസിഷൻ ഓഫ് ഫേമില് കോർട്ടിന്റെ ഇന്റർവെൻഷൻ വരാറുണ്ട് കേട്ടോ. ഇനി എക്കണോമിക് റിലേഷൻഷിപ്പില് എന്താണ്? ഇവിടെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രം ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്താണ്? കമ്പനി വരെ എൻഡ് ആവുന്നുണ്ട്. സാറേ അല്ല അത് കഴിഞ്ഞിട്ടില്ല. സോറി കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വരുന്നതാണ് ക്ലോസ് ഓഫ് ബുക്സ് കേട്ടോ. ബുക്സ് അവിടെ ക്ലോസ് ചെയ്ത് പാർട്ണർഷിപ്പിന്റെ ദേവിക്ക് നോക്കിയേ ഇത് ഏതാണ് കേട്ടോ. പാർട്ണർഷിപ്പില് ബുക്സ് ക്ലോസ് ചെയ്യുന്നില്ല, പക്ഷെ ഇവിടെ എന്താണ്? ബുക്സ് ഒക്കെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിസിഷൻ ഫേമില് ബുക്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഇല്ലേ, ഒരു 2, 3 or 4 ഒന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. ദേവികൃപയുടെ ആ ഒരു പേര് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. 3 or 4 ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു essay ക്വസ്റ്റിലേക്ക് പോകാം. സാർ ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. ന്യൂസ് ക്വസ്റ്റ് കേട്ടോ. essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭുവൻ, സുരാജ് ആൻഡ് ഇബ്രാഹിം കേട്ടോ. ദേവികൃപ പോയോ? ലെഫ്റ്റ് ആയോ? വീഡിയോ ദേവിക മതിയായി കേട്ടോ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ഇത് ബാലൻസ് കാണിക്കാം. ഇത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഡിസൊല്യൂഷന്റെ ക്വസ്റ്റ്യൻ സാറിന് കിട്ടിയത്. ഓക്കെ, ഇത് ബാലൻസ് കാണിക്കാം. അവിടെ സാറേ ബാലൻസ് കാണിച്ചോളൂ. അതൊരു സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ, ഇതാ ഇത് ബാലൻസ് ആണ് കേട്ടോ. ക്വസ്റ്റിന്റെ ബാലൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഇത് ക്വസ്റ്റിന്റെ ബാലൻസ് ആണ് കേട്ടോ. ഓക്കെ, സാറിന് ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. ഫസ്റ്റ് കാണിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം. ഭുവൻ ആൻഡ് ഫസ്റ്റ് അല്ല ആൻസർ ഇതിന്റെ ഫസ്റ്റ് അല്ല അതിന്റെ ഓക്കെ. നോക്കട്ടോ. ഭുവൻ, സുരാജ് ആൻഡ് ഇബ്രാഹിം ആർ പാർട്ണേഴ്സ് ഇൻ എ ഫോം റേഷ്യോ 3:2:1 ആണ് കേട്ടോ. അപ്പോൾ 3 പാർട്ണേഴ്സ് ഉണ്ട്. റേഷ്യോ 3:1 പറയുന്നുണ്ട്. On 30th June they decided to dissolve the firm. അപ്പൊ അത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാലൻസ് ഷീറ്റ് പറയുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് എന്തൊക്കെയാണ് നോക്കിയേ? അസറ്റ് സൈഡിൽ ക്യാഷ്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ്, ഡെറ്റേഴ്സ്, ഫർണിച്ചർ പറയുന്നുണ്ട്. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഫ്ലക്ച്വേഷൻ ഫണ്ട്, റിസർവ്, ക്യാപിറ്റൽ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ക്യാപിറ്റൽ ബാലൻസ് പറയുന്നുണ്ട്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവാം. അഡ്ജസ്റ്റ്മെന്റ് എടുത്തോളൂ. ഓക്കെ, ഇതാ അഡ്ജസ്റ്റ്മെന്റ് നോക്കിയോളൂ. The assets were next slide. The assets were revalued and liabilities were paid off as follows. അപ്പോൾ ഈ കമ്പനി അസറ്റ്സ് റീവാല്യൂ ചെയ്യുന്നതിന്റെയും ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നതിന്റെയും ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ്സ് വെയർ ടേക്കൺ ഓവർ ബൈ ഭുവൻ അറ്റ് ₹18,000. അപ്പൊ ഭുവൻ എന്ത് ചെയ്യുന്നുണ്ട്? ദേവികർ വന്നിട്ടുണ്ട് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ്സ് പേ ഓഫ് ചെയ്യുന്നുണ്ട്. ₹18,000 പേ ഓഫ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് വാസ് ടേക്കൺ ഓവർ ബൈ സുരാജ് ഫോർ ₹17,500. അപ്പൊ എന്താണ്? സുരാജ് സ്റ്റോക്ക് ടേക്ക് ഓവർ ചെയ്തു 17,500. പിന്നെ ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്ത് ബുക്ക് വാല്യൂന്റെ വാല്യൂ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ₹60,500 വേർ പിന്നെ ഓഫ് ചെയ്തു അല്ലേ. റിയലൈസ് ഫ്രം ദി ഡെറ്റേഴ്സ് നിന്ന് റിയലൈസ് ചെയ്ത എമൗണ്ട് പറയുന്നുണ്ട്. ദെൻ ക്രെഡിറ്റേഴ്സ് സെറ്റിൽ ചെയ്ത് കാര്യം എത്ര പറയണേ? 4,500 ആണ് കേട്ടോ. 4,500 ക്രെഡിറ്റേഴ്സ് സെറ്റിൽ ചെയ്ത കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്? റിയലൈസേഷൻ എക്സ്പെൻസ്, പിന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് കേട്ടോ. ഓക്കെ, റിയലൈസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഒന്ന് ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, ഇത് എന്താ പരിപാടി? ഓക്കെ സാറേ ഒന്ന് മ്യൂട്ട് ആക്കിയോ കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയോ. രജിസ്ട്രേഷൻ എക്സ്പെൻസ് ചെയ്ത് അക്കൗണ്ടിലൊന്ന് ചെയ്ത് നോക്കിയോ കേട്ടോ. ഓക്കെ, ഒരു 5 minutes ടൈം തരാം, വേഗം ചെയ്ത് നോക്കുക കേട്ടോ. രജിസ്ട്രേഷൻ അക്കൗണ്ട് ചെയ്ത് നോക്കിയോളൂ. രജിസ്ട്രേഷൻ അക്കൗണ്ട് ചെയ്തോണ്ടിരിക്കുമല്ലോ, ചെയ്തോളൂ. ഓക്കെ, ശ്രേയ ചെയ്തു. ശ്രേയ ഒന്നാണ് മ്യൂട്ട് ചെയ്ത. ശ്രേയ ചെയ്തോ? രജിസ്ട്രേഷൻ അക്കൗണ്ട് ചെയ്തോ?
ശ്രേയ കേൾക്കുന്നുണ്ടോ? ശ്രേയ കേൾക്കുന്ന എന്ത് ചെറിയ ഇഷ്യൂ ഉണ്ട്. മോളെ മഴയുണ്ടോ അവിടെ? റേഞ്ച് ഇഷ്യൂ ഉണ്ടല്ലോ. ഒന്നുകൂടി അൺമ്യൂട്ട് ചെയ്ത് ഇപ്പോഴും ഓപ്ഷൻ വന്നില്ലേ? അൺമ്യൂട്ട് ഓപ്ഷൻ വന്നില്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കി. ആ ഓക്കെ ഓക്കെ. ആ ചെയ്തോ മോളെ? രജിസ്ട്രേഷൻ അക്കൗണ്ട് ചെയ്തോ? റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ആ കുഴപ്പമില്ലാട്ടോ മോളെ, ചെയ്തോ കേട്ടോ. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടാവോ? കേൾക്കുന്നുണ്ടാവും. ദേവികൃപക്കാണോ മഴയുണ്ടോ വീട്ടില്? അല്ല എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ പ്രശ്നമുണ്ടോ? മഴ എന്തെങ്കിലും ഉണ്ടോ അവിടെ? മഴയുണ്ട് അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. മക്കളെ ആൻസർ കാണിക്കട്ടെ? ആൻസർ കാണിക്കാൻ പോവാം കേട്ടോ. ഓക്കെ സാർ, ആൻസർ കാണിക്കാൻ നമുക്ക്. യെസ് ദാ നോക്കിക്കോ കേട്ടോ. റിയലൈസേഷൻ അക്കൗണ്ട് ആണ് കേട്ടോ. റിയലൈസേഷൻ അക്കൗണ്ട് കാണിക്കുകയാണ്. യെസ് ദാ റിയലൈസേഷൻ അക്കൗണ്ട് ആണ് കേട്ടോ. റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഐറ്റംസ് ഒക്കെ എടുത്ത് ചെയ്യണം അല്ലേ? അപ്പോൾ നോക്കണ്ട, ആദ്യം ഐറ്റംസ് ഒക്കെ പോസ്റ്റ് ചെയ്യാണ്. നമ്മളവിടെ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസ് എടുക്കില്ല കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നേരെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് 20,000, ഡെറ്റേഴ്സ് 62,500, 600, ഫർണിച്ചറിന്റെ എമൗണ്ട് 20,000, ഇൻവെസ്റ്റ്മെന്റ് 16,000 കേട്ടോ. അപ്പോൾ എമൗണ്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ആൻസർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, പിന്നെ നമുക്ക് വെരിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ അതുപോലെ ലയബിലിറ്റീസ് എന്ത് ട്രാൻസ്ഫർ ചെയ്യണം? ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് വരും. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. വേറെ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ബാക്കിയൊന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക? പേ ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ. പേ ഓഫ് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ലേ? റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് ഒക്കെ നമുക്ക് നോക്കാം ഓരോന്നും അല്ലേ. അപ്പോൾ അവിടെ റിയലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ടേക്ക് ഓവർ നോക്കാം. ഇൻവെസ്റ്റ്മെന്റ്സ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെണ്ണല്ലേ? ഭുവനാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ആ പേര് എഴുതുക. പിന്നെ സുരാജ് ടേക്ക് ഓവർ ചെയ്ത് സ്റ്റോക്ക് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുരാജ് എമൗണ്ട് എഴുതുക. എമൗണ്ട് 17,500 ആണ് കേട്ടോ. പിന്നെ ഇബ്രാഹിം ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എഴുതുക. പിന്നെ ഡെറ്റേഴ്സ് കമ്പനി റിയലൈസ് ചെയ്യാം കേട്ടോ. കമ്പനിയാണത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ക്യാഷ് ഓർ ബാങ്ക് കാണിക്കുക കേട്ടോ. ബൈ ക്യാഷ് ഓർ ബാങ്ക് കാണിക്കുക. ഡെറ്റേഴ്സിന്റെ എമൗണ്ട് വരുന്നത് 16,500 ആണ് കേട്ടോ. ഓക്കെ, ഇനി ലയബിലിറ്റി സ്റ്റേജൊക്കെ വരുമ്പോൾ പേ ഓഫ് ആണ്. അവിടെ ടു ക്യാഷ് ക്രെഡിറ്റേഴ്സ് പേ ഓഫ് ചെയ്യുന്നത് 50,400. പിന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്. എക്സ്പെൻസ് വരുന്നത് 4,500 ആണ് എക്സ്പെൻസ് കേട്ടോ. ഓക്കെ, ഇനി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഭുവന് ഓക്കെ അല്ലേ? കിട്ടിയത് ഓക്കെ. അപ്പൊ ബാലൻസ് വരുന്ന എമൗണ്ട് 1,400, 9,300, 33, 467 ആണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. അതൊക്കെ നീ എന്ത് റെഫർ ചെയ്യാമല്ലോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. അപ്പൊ ഇതാണ് അവരുടെ റിയലൈസേഷൻ അക്കൗണ്ട് കേട്ടോ. റിയലൈസേഷൻ പ്രോഫിറ്റ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്താ നമുക്ക് കാണിക്കേണ്ടത്? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കാൻ പോവാണ്. സാർ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിച്ചോളൂ. യെസ്, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ നോക്കാം കേട്ടോ. അപ്പോൾ ബൈ ബാലൻസ് ബ്രോഡ് ഓൺ 30,000, 20,000, 10,000. അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് ആദ്യം എഴുതുക. റിസർവ് ഇല്ലേ? റിസർവ് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. റിസർവ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 6,000, 4,000, 2,000 വരും കേട്ടോ. 12,000 ആയിരുന്ന എമൗണ്ട് റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 6,000, 4,000 and 2,000. നെക്സ്റ്റ് വൺ നമ്മൾ ഇപ്പോൾ കിട്ടിയ റിയലൈസേഷൻ പ്രോഫിറ്റ് ഇല്ലേ? അത് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ. 1,400 ഫോർ ഭുവൻ, 933 ഫോർ സുരാജ് ആൻഡ് ഇബ്രാഹിമിന് 467. ഓക്കെ, ഇനി നമ്മൾ അസറ്റ് ടേക്ക് ഓവർ എന്നൊക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ക്യാഷ് ബ്രോട്ടിൻ്റെ 7533 ആണ് കേട്ടോ ഇബ്രാഹിമിന്റെ. ഇനി ഇവിടെ നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് നമ്മൾ അസറ്റ്സ് അല്ലേ ടേക്ക് ഓവർ ചെയ്തില്ല. അപ്പോൾ ഭുവൻ 18,000 ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സുരാജ് 17,500 അസറ്റ് ടേക്ക് ഓവർ ചെയ്തിരുന്നു. ഇബ്രാഹിം 20,000 അസറ്റ് ടേക്ക് ഓവർ ചെയ്തു കേട്ടോ. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ കുറച്ച് പേർക്ക് പേയ്മെന്റ് ഉണ്ട് കേട്ടോ. 19,400 ഭുവനും സുരാജിന് 7,433 പേയ്മെന്റ് വരുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് ഇബ്രാഹിമിന് മാത്രം എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ് കേട്ടോ വന്നത് കേട്ടോ. സോറി, ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് ബാലൻസ് വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്താണ് കേട്ടോ. 7,533. അത് ക്യാഷ് കൊണ്ടുവരേണ്ട ക്യാഷ് ആണ് കേട്ടോ. അത്
കാരണം എന്താ അറിയാമോ, ഇബ്രാഹിമിന് മാത്രം ഡെബിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ, ക്രെഡിറ്റ് സൈഡ് കുറവാണ്. നോർമൽ ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വേണ്ടത് അല്ലേ, ക്രെഡിറ്റ് ബാലൻസ് ആണ് വരേണ്ടത്. പക്ഷെ എന്താണ്, ഇബ്രാഹിമിന് ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ഇത് വെച്ചും ബാലൻസ് വരുന്ന എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. 7533 ആണ് എമൗണ്ട് വരുന്നത്. അപ്പൊ ആ എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഇബ്രാഹിം കൊണ്ടുവരണം കേട്ടോ. ക്യാഷ് ബ്രോട്ട് ഇൻ, ഇബ്രാഹിം കൊണ്ടുവരേണ്ട എമൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, അന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ആൻസർ. ഇനി നമുക്ക് എങ്ങോട്ട് പോവാം, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആണ് കേട്ടോ. ലാസ്റ്റ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടു ബാങ്ക് അല്ലെ, ടു ബാലൻസ് ബ്രോഡ് ഓൺ ആണ് 18,700, 13,700. പിന്നെ അസറ്റ്സ് റിയലൈസിന്റെ എമൗണ്ട് 16, ഡെറ്റേഴ്സ് മാത്രമേ റിയലൈസ് ചെയ്തുള്ളൂ, 16,500 ആണ് എമൗണ്ട് വരുന്നത്. പിന്നെ ഇബ്രാഹിം ബ്രോട്ട് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് റെസീറ്റ് ആണ്, അപ്പോൾ ഡെബിറ്റ് സൈഡ് ചെയ്ത് കേട്ടോ. 7533 അദ്ദേഹം കൊണ്ടുവരുമ്പോൾ കമ്പനിക്ക് റെസീറ്റ് ആണ്, അപ്പൊ ആ എമൗണ്ട് പോസ്റ്റ് ചെയ്യുക. ഇനി പേയ്മെന്റ് സൈഡ് വരുമ്പോഴത്തേക്കും നമ്മൾ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്തില്ലേ, ആ എമൗണ്ട് കാണിക്കുക. അതേപോലെ നമ്മൾ പാർട്ട്നേഴ്സിന് പേയ്മെന്റ് ഇല്ലേ, അപ്പോൾ ഭുവന്റെ ക്യാപിറ്റൽ ബാലൻസും അതേപോലെ സുരാജിന്റെ ക്യാപിറ്റൽ ബാലൻസ് കാണിക്കുക കേട്ടോ. 7433 കാണിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടാലി ആകും കേട്ടോ. ഈ പുതിയ ഒരു പാർട്ണർ എമൗണ്ട് കൊണ്ടുവന്നില്ലേ, ആ കൊണ്ടുവരുന്ന എമൗണ്ട് കമ്പനിക്ക് റെസീറ്റ് ആണ്. നമ്മൾ ആ പ്രോബ്ലം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റെസീറ്റ് ആണ്, അപ്പൊ അത് റെസീറ്റ് കാണിക്കുക. പക്ഷെ ബാക്കി 2 പേർക്കും പേയ്മെന്റ് ആണ്, അപ്പൊ കമ്പനിക്ക് അത് എക്സ്പെൻസ് ആണ്, അപ്പൊ എന്ത് ചെയ്യുക, പേയ്മെന്റ് സൈഡ് കാണിക്കുക കേട്ടോ. അപ്പോൾ അത് ടാലി ആവും. ഓക്കെ, അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങൾ സാവധാനം നാളെ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ജേർണൽ എൻട്രി ചെയ്താൽ പറയും കേട്ടോ. ഈ ട്രാൻസാക്ഷൻസിന്റെ ഒക്കെ എൻട്രി ചെയ്താൽ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ ക്വസ്റ്റ്യൻ മാറ്റുന്നില്ല, ബോർഡിൽ ഇട്ട് തരാം. നിങ്ങൾ ആൻസർ മാത്രം എഴുതിക്കോ കേട്ടോ. ഞാനൊരു 5 മിനിറ്റ്സ് ടൈം തരാം. നിങ്ങൾ വേഗം ഒന്ന് ആൻസർ മാത്രം എഴുതി നോക്കണം. കാരണം ഉറപ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസാക്ഷൻ തന്നിട്ട് ജേർണൽ എൻട്രി ചെയ്താൽ പറയും. അക്കൗണ്ട്സ് ഒന്നും വരക്കേണ്ട ആവശ്യമില്ല. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ഓൺലി ദ ജേർണൽ എൻട്രി ഫോർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. വേഗം ഒന്ന് ചെയ്തോളൂ കേട്ടോ. ഒരു 5 മിനിറ്റ്സ് തരാം, വേഗം ചെയ്തോളൂ. സിമ്പിൾ ആണ്, 5 എണ്ണം സിമ്പിൾ ആണ് കേട്ടോ. വേഗം ചെയ്ത് നോക്കി. പറ്റിയത് ആൻസറിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാട്ടോ നോക്കാം കേട്ടോ, ഓരോന്ന് നോക്കാം. സാറേ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ അല്ലെ, ഫസ്റ്റത്തെ പറയും നോക്കാം. അവിനാഷ് took over stock worth ₹80,000 at ₹68,000. ആർക്കും ദേവികൃഷ്ണ പറഞ്ഞു നോക്കിയടാ, എത്ര വരും, എന്തായിരിക്കും ആൻസർ? ടേക്ക് ഓവർ ചെയ്യുമ്പോൾ എവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് ആണോ ഡെബിറ്റ് സൈഡ് ആണോ? ക്രെഡിറ്റ് സൈഡ് ആണ് കേട്ടോ. അപ്പൊ ഡെബിറ്റ് സൈഡ് അല്ല, ഇപ്പൊ എൻട്രി നമ്മൾ ഡെബിറ്റ് ചെയ്യണോ അല്ലേ? അപ്പൊ എങ്ങനെ വരും? അവിനാഷ് അല്ലേ, അവിനാഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ, ശരിയല്ലേ? ഓക്കെ, എമൗണ്ട് നോക്കിയ മക്കളെ, 80,000 സ്റ്റോക്ക് ആണ് അവിനാഷ് ടേക്ക് ഓവർ ചെയ്തത്. എത്ര രൂപയ്ക്കാണ് ടേക്ക് ഓവർ ചെയ്തത്? 68 അല്ലേ? അപ്പൊ എത്ര രൂപയ്ക്കാണോ ടേക്ക് ഓവർ ചെയ്തത് ആ എമൗണ്ട് കാണിക്കുക കേട്ടോ. 80 അല്ല കാണിക്കേണ്ടത്, 68,000 ആണ് കേട്ടോ. 68,000. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എൻട്രി കേട്ടോ. നരേഷൻ കൊടുത്തോളാം കേട്ടോ. നരേഷൻ ഇത് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അവിനാഷ് ടുക്ക് ഓവർ സ്റ്റോക്ക് എന്ന് മതി കേട്ടോ. എമൗണ്ട് മാറ്റിയിട്ട് ആ ട്രാൻസാക്ഷൻ എഴുതിയാൽ നരേഷനായി. അപ്പൊ എന്ത് ചെയ്താം? അവിനാഷ് ടുക്ക് ഓവർ സ്റ്റോക്ക് എന്ന് എഴുതിയാൽ ഫുൾ മാർക്കായി. മക്കളെ ഈ നരേഷൻ ഇല്ലെങ്കിൽ ഹാഫ് മാർക്ക് പോകും കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ ഇല്ലേ, ആ ട്രാൻസാക്ഷനിലെ എമൗണ്ട് ഇല്ലേ, എമൗണ്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള എഴുതിയാൽ മതി. അപ്പൊ അതിന്റെ അതുമായി കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻസർ കിട്ടി. സെക്കൻഡ് വണ്ണിലേക്ക് പോകാം. വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻ എന്താണ്? There was an unrecorded bike of ₹40,000 which was taken over by Mr. Kiran. അപ്പോൾ അവിടെ ഒരു അൺറെക്കോർഡഡ് ബൈക്ക് ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്യണം? കമ്പനി വൈൻഡപ്പ് ചെയ്തല്ലേ, ഇനി ആർക്കും വേണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്തു? അത് കിരൺ ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യാ? കിരൺ ക്രെഡിറ്റ് കാണിക്കട്ടെ. അപ്പൊ എന്താ പറയുക? എൻട്രി കിരൺ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ വരും കേട്ടോ. കിരൺ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ വരും കേട്ടോ. എമൗണ്ട് അറിയാലോ, ഫോട്ടോസ് ചെയ്ത് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കോളൂ കേട്ടോ. കിരൺ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എൻട്രിയിലേക്ക് പോകാം.
the firm paid, firm pay ചെയ്യുന്ന കേട്ടോ, the firm paid rupees 40,000 as compensation to the employees. എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുത്തു, ഫേം കോമ്പൻസേഷൻ പേ ചെയ്തു. അപ്പൊ എവിടെ വരിക, ഡെബിറ്റ് സൈഡിൽ കാണിക്കും കേട്ടോ. അപ്പൊ എന്താ എൻട്രി വരിക, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ശരിയാക്കി ടാറ്റ ശരിയല്ലേ, ഇതാണ് എൻട്രി വരുന്നത് കേട്ടോ. റിയലൈസേഷൻ, അയ്യോ ജോസഫ് എന്താ ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ട് ബാങ്ക് എഴുതാം അല്ലെങ്കിൽ ക്യാഷ് എഴുതാം കേട്ടോ, രണ്ടും എഴുതാം കേട്ടോ, അതാ വരുന്നത് കേട്ടോ. ഓക്കെ, ഫോർത്ത് വണ്ണിലേക്ക് പോവാം. സൺട്രി ക്രെഡിറ്റേഴ്സ് എമൗണ്ടഡ് ടു rupees 36,000 were settled at discount of 15%. സൺട്രി ക്രെഡിറ്റേഴ്സ് 36,000 ഉണ്ടായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു, പേ ഓഫ് ചെയ്തു. വെറുതെ പേ ഓഫ് ചെയ്തല്ല, ഫുൾ എമൗണ്ട് പേ ഓഫ് ചെയ്തില്ല. വി ഗോട്ട് എ ഡിസ്കൗണ്ട് ഓഫ് rupees ഓഫ് 15%. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 36,000 15% എന്ത് ചെയ്യണം, ആദ്യം കണ്ടുപിടിക്കും, ഡിസ്കൗണ്ട് പോർഷൻ കണ്ടുപിടിക്കും. എത്ര വരും ഡിസ്കൗണ്ട് പോർഷൻ, എത്ര കിട്ടി ജോസഫേ, ഡിസ്കൗണ്ട് എത്ര കിട്ടി ജോസഫേ? നമ്മൾ പേ ചെയ്യേണ്ട 36,000 ആണ്, പക്ഷെ ആ ഫുൾ എമൗണ്ട് പേ ചെയ്യേണ്ട, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി at rupees 15% അല്ലേ. അപ്പൊ എത്ര ഡിസ്കൗണ്ട് എമൗണ്ട്, രജിസ്റ്റർ ഉണ്ട്, ഞാൻ ചെയ്തു നോക്കാം കേട്ടോ. 36,000 15% കേട്ടോ, 5,400 അല്ലേ. അത് കുഴപ്പമില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം, 36,000 15% നമുക്ക് കിട്ടി. എന്ത് ചെയ്യണം, ഈ എമൗണ്ട് 36,000 മൈനസ് ചെയ്യണം കേട്ടോ. സോ നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് 30,600 ആണ് കേട്ടോ. 30,600 പേ ചെയ്താൽ മതി. അപ്പൊ എന്തൊരു എൻട്രി നോക്കിയേ, സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലേ. അപ്പൊ എന്താ എൻട്രി വരിക, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, അതും ബാങ്ക് ആണ് കേട്ടോ. എമൗണ്ട് ചേഞ്ച് ഉണ്ട്, 30,600 ആണ് കേട്ടോ. 30,600 ആണ് കേട്ടോ. 36 പേ ചെയ്യേണ്ട, 36,000 15% എന്തുണ്ട്, നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ ഡിസ്കൗണ്ട് മൈനസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് പേ ചെയ്താൽ മതി. സോ വി ആർ റിക്വയർഡ് ടു പേ ഓൺലി rupees 30,600 ഫോർ ദ പേയ്മെന്റ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ ഓക്കെ, ലാസ്റ്റ് എൻട്രി ഇതാണ്. ലോസ് ഓൺ റിയലൈസേഷൻ rupees 42,000 was to be distributed between Avinash and Kiran in the ratio 3:4. റിയലൈസേഷൻ എക്സ്പെൻസ് പാർട്ട്നേഴ്സ് 3:4 ഡിവൈഡ് ചെയ്തു കേട്ടോ. ആ എൻട്രി ആണ് കാണിക്കേണ്ടത് കേട്ടോ. അപ്പൊ നോക്കിയേ, റിയലൈസേഷൻ ലോസ് അല്ലേ, ലോസ് ആകുമ്പോൾ എവിടെ വരിക, ക്രെഡിറ്റ് സൈഡിലേ വരുള്ളൂ. അപ്പൊ എൻട്രി വരുമ്പോൾ എന്ത് വരും, അത് ആദ്യം വരും. അപ്പൊ എന്ത് വരും, റിയലൈസ്, അപ്പൊ ഇവർക്ക് ഡിവൈഡ് ചെയ്യല്ലോ. അപ്പൊ അവിനാഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, കിരൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ വരും കേട്ടോ. അവിനാഷ്, അപ്പൊ എമൗണ്ട് അറിയാലോ, 42,000 ഡിവൈഡ് ചെയ്യണം കേട്ടോ. 42,000 അല്ലെ, 42,000 ഇൻറ്റു 3/7 ആർക്ക് വരും, നമ്മുടെ അവിനാഷ്. അപ്പൊ നോക്കി എങ്ങനെ വരും, 7 എത്ര കട്ട് ചെയ്യാം, 7 5 6 അല്ലേ. അപ്പൊ 18,000 അവിനാഷിനും, ബാക്കി 42,000 ഇൻറ്റു 4/7 അപ്പോ 24,000 നമ്മുടെ കിരണിന് വരും കേട്ടോ. അപ്പൊ എന്താ എൻട്രി ഇതാണ്, അവിനാഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, കിരൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അവിനാഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 18,000, കിരൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 24,000 ടു റിയലൈസേഷൻ 42,000. ഇതാണ് എൻട്രി. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട മെയിൻ ആയിട്ട് നോക്കേണ്ട ടോപ്പിക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ക്യാഷ് ഫ്ലോ ഇല്ലേ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം കേട്ടോ. അപ്പോൾ നാളത്തേക്ക് കുറച്ച് പോർഷൻസ് കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുകൂടി നോക്കി നമുക്ക് പോകട്ടെ ഇന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. മക്കളത് കമ്പനി അക്കൗണ്ട്സ് ആണ് ഇത്, കമ്പനി അക്കൗണ്ട്സിന്റെ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. നമ്മൾ പാർട്ണർഷിപ്പ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. ഇനി കമ്പനി അക്കൗണ്ട്സ് ആണ് കേട്ടോ. കമ്പനി അക്കൗണ്ട്സിൽ നമ്മൾ മെയിൻ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിക്കുകയാണ്. നാളെയും ഉണ്ട് നമുക്ക് AI ക്ലാസ്, നാളെ ബാക്കി എടുക്കുന്നതാണ്. അപ്പൊ ഇന്ന് കുറച്ച് ടോപ്പിക് എടുത്താൽ നാളെ അത്ര പോർഷൻ കുറച്ച് കിട്ടുമല്ലോ. അപ്പൊ ഇതാണ് കുറച്ച് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും നോക്കിയേ, കുറച്ച് വേഗം വായിച്ചു നോക്കോ കേട്ടോ. ക്യാഷ് ഫ്ലോ ആണ് കേട്ടോ. എന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്,
നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി 3 മെത്തേഡ് ഉണ്ട് കേട്ടോ. അത് 3 ഫോർമാറ്റ് പഠിച്ചോളൂ കേട്ടോ. ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആ വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ ആ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് റെഫർ ചെയ്തിട്ട് റെഫർ ചെയ്തിട്ട് ഓരോന്നിന്റെയും ഫോർമാറ്റ് ഒന്ന് പഠിച്ചു നോക്കണേ. ഓക്കെ, അപ്പൊ നോക്കാം, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ആനന്ദ് ലിമിറ്റഡ് അറൈവ്ഡ് at an income of rupees 5 lakh for the year ended 31st March 2024. Depreciation for the year was rupees 2 lakh. There was a profit of 50,000 on assets sold, which was transferred to statement of profit and loss account. Trade receivables increased during the year rupees 40,000 and trade payables also increased by rupees 60,000. Compute the cash flow from operating activities ആണ് കേട്ടോ. ഇവിടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആൻസർ ഒന്ന് കാണിക്കാണ്ട് ആൻസർ വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ആൻസർ യെസ്, ഇതാണ് ആൻസർ. ആൻസർ കാണിച്ചോളൂ. യെസ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് ഇല്ലേ 5 lakh ചെയ്താ. ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഹെഡിങ് കൊടുക്കുക കേട്ടോ. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഹെഡിങ് കൊടുക്കുക. ദെൻ നെറ്റ് പ്രോഫിറ്റ് ആദ്യം ചെയ്തിട്ട് നെറ്റ് പ്രോഫിറ്റ് 5 lakh ആണ്, അത് ആദ്യം എഴുതുക. അതിന്റെ കൂടെ കോസ്റ്റ് ഇല്ലേ, ഡിപ്രീസിയേഷൻ ഇല്ലേ, അതെന്ത് ചെയ്യണം, ആഡ് ചെയ്യട്ടെ. ആഡ് ഡിപ്രീസിയേഷൻ 20,000. അതേപോലെ ലെസ് ഗെയിൻ ഓൺ സെയിൽ ഓഫ് അസെറ്റ് അല്ലേ, സെയിൽ ഓഫ് ഗെയിൻ ഏത് ഗെയിൻ ആയാലും എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, 50,000 ലെസ് ചെയ്യുമ്പോഴാണ് ബ്രാക്കറ്റ് കാണിക്കുന്നത് കേട്ടോ, ലെസ് ചെയ്യുക. അപ്പോൾ 2 lakh 2 lakh ആണ്. 2 lakh 50,000 മൈനസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 1,50,000 കേട്ടോ. അപ്പോൾ 5 lakh 1 lakh കൂടി എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുമ്പോൾ 6,50,000 വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഇത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ആണ് ഇത് 6,50,000. ഇനി എന്ത് ചെയ്യുക, അതിനോട് കൂടി ആഡ് ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾസിന് ഇൻക്രീസ് എത്രയാണ്, 60,000 ആണ്, അത് ആഡ് ചെയ്യുക. ഇനി ലെസ് ചെയ്യാനുള്ളത് ഇൻക്രീസിങ് ട്രേഡ് റിസീവബിൾസ് ആണ് കേട്ടോ. 40,000 എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ 20,000 ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ വരും ആഡ് ചെയ്യുമ്പോൾ വരും 6,70,000 വരും കേട്ടോ. ഇതാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കേട്ടോ, അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് എന്നും പറയാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മള് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ എക്സ്പെൻസ് ആഡ് ചെയ്യുക, ഇൻകം മൈനസ് ചെയ്യുക. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്, അത് ആഡ് ചെയ്യുക. ഇൻകം അല്ലെ, ഗെയിൻ ഒക്കെ ഇൻകം ആണ്, അത് മൈനസ് ചെയ്യുക. അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുക, അതുകൂടെ എന്താ ട്രേഡ് പേയബിൾസ്, അതായത് എന്താ വെച്ചാൽ കറണ്ട് ലയബിലിറ്റീസ് ആണ് കേട്ടോ. കറണ്ട് ലയബിലിറ്റീസ് ആഡ് ചെയ്യുക. കറണ്ട് അസറ്റ്, ട്രേഡ് റെസിവബിൾ കറണ്ട് അസറ്റ് അല്ലേ, കറണ്ട് അസറ്റ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, കറണ്ട് ലയബിലിറ്റീസ് ആഡ് ചെയ്യുക, കറണ്ട് അസറ്റ്സ് മൈനസ് ചെയ്യുക കേട്ടോ. ഇവിടെ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ഇൻകം എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമ്മുടെ ആക്ച്വൽ എമൗണ്ട് ആയ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കിട്ടും കേട്ടോ. 6,70,000 ആണ് ആൻസർ കേട്ടോ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം കേട്ടോ. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉറപ്പായിട്ടും എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചോളൂ. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്, ദാറ്റ് ഈസ് കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒക്കെ നോക്കാം. പ്രിപ്പയർ comparative statement of profit and loss from the following information extracted from the statement of profit and loss of Fund Sports Limited for the year ended 31st March 2015 ട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഐറ്റംസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പറയുന്നുണ്ട്, അത് 31st March 2015 എമൗണ്ട് പറയുന്നുണ്ട്. 2014 പറയുന്നത് ഇതാണ് കേട്ടോ, പ്രീവിയസ് ഇയർ, ഇത് കറണ്ട് ഇയർ കേട്ടോ. നമുക്കറിയാലോ ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റുകളിൽ എപ്പോഴും ഒരു പ്രീവിയസ് ഇയറും പറയും, ഒരു കറണ്ട് ഇയറും പറയും കേട്ടോ. ഇവിടെ 2015 ആണ് കറണ്ട് ഇയർ, 2014 പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. അപ്പൊ ഐറ്റംസ് ഒക്കെ നോക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ കറണ്ട് ഇയർ കണ്ടോ 70,000 ആണ്, സോറി 70 lakh ആണ്.
പ്രീവിയസ് ഇയർ 50 lakh ആണ്. അപ്പോൾ എന്താ ഇൻക്രീസ് ആണ്, ചേഞ്ച് ഉണ്ട്, 20 lakh ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാം കേട്ടോ. 14 ആണ് ഇതാണ് ബേസ് ഇയർ കേട്ടോ. 14 ബേസ് ഇയർ, 15 ആണ് കറണ്ട് ഇയർ. ഓക്കെ. ഇനി എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് 35 lakh ആണ് ഇപ്പോൾ, മുൻപ് 20 lakh ആയിരുന്നു. ദെൻ ഡിപ്രീസിയേഷൻ ഇപ്പോൾ 8 lakh ആണ്, മുൻപ് 5 lakh ആയിരുന്നു. അതർ എക്സ്പെൻസസ് ഇപ്പോൾ 16 lakh ഉണ്ട്, മുൻപ് 12 lakh ആയിരുന്നു. ടാക്സ് റേറ്റ് എപ്പോഴും സെയിം ആണ്, മുൻപത്തെ വർഷവും ഈ വർഷവും സെയിം റേറ്റ് ഓഫ് ടാക്സ് ആണ്. എത്രയാണ്? 40% തന്നെയാണ് കേട്ടോ. 2014 സെയിം റേറ്റ് ആണ്, 15 സെയിം റേറ്റ് ആണ്. ഓക്കെ. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? കമ്പാരിറ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. ആൻസർ അവൈലബിൾ ആണ്. ആൻസർ ഞാൻ കാണിക്കാം കേട്ടോ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഓക്കെ സാർ, ആൻസർ കാണിച്ചോളൂ. ഓക്കെ. നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പ്രൊവൈഡഡ് കോളംസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് പെർട്ടിക്കുലർസ് കോളം വേണം, പിന്നെ നമ്മുടെ ബേസ് അല്ലേ, ഇത് ഭയങ്കര ബേസ് ഇയർ കേട്ടോ. ബേസ് ഇയർ ആണ് 14 ബേസ് ഇയർ ആണ്, 15 ആണ് കറണ്ട് ഇയർ കേട്ടോ. കറണ്ട് ഇയർ കാണിക്കുക. ദെൻ നെക്സ്റ്റ് കോളം എന്താണ്? അബ്സല്യൂട്ട് ചേഞ്ച് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ചേഞ്ച് ഉണ്ട്, അപ്പൊ ചേഞ്ച് കോളമാണ് നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് കോളം പെർസെൻറ്റേജ് ചേഞ്ച് ആണ് കേട്ടോ. പെർസെൻറ്റേജ് ചേഞ്ച് ആണ് നെക്സ്റ്റ് കോളം. ഇനി ഐറ്റംസ് നോക്കാം. ഫസ്റ്റ് ഐറ്റം റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് കേട്ടോ. അറിയാലോ, പ്രീവിയസ് ഇയറിൽ 50 lakh, ഇപ്പോൾ 70 lakh, അപ്പൊ ചേഞ്ച് 20 lakh ആണ് കേട്ടോ. ഇനി എന്ത് ചെയ്യാം? നമ്മള് 20 lakh ഡിവൈഡ് ബൈ 50 lakh ഇൻറ്റു 100 ആണ് കേട്ടോ. അപ്പൊ 40% കിട്ടും. അതെങ്ങനെ കിട്ടിയാ? നമ്മള് ചേഞ്ച് അല്ലേ, ചേഞ്ച് ഡിവൈഡ് ബൈ നമ്മുടെ ബേസ് ഇയർ ഇല്ലേ, ബേസ് ഇൻറ്റു 100 ആണ് കേട്ടോ. ചേഞ്ച് അല്ലെ, ചേഞ്ച് ഡിവൈഡ് ബൈ ബേസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പെർസെൻറ്റേജ് ചേഞ്ച് കിട്ടും കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്ന് കണ്ടുപിടിക്കും കേട്ടോ. ജിയോവാനി കേൾക്കുന്നുണ്ടോ? ജിയോവാനി ആരുടെയോ കഴുത്തിറക്കാൻ പോകുന്ന ഒന്നാളെ അല്ലെ, ഇവിടെയൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഓക്കെ, എക്സ്പെൻസ് ഓക്കെ. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് അല്ലേ, 20 lakh, 35 lakh, ചേഞ്ച് 15 lakh ആണ്. അപ്പൊ പേഴ്സൺ എങ്ങനെ എടുക്കും? 15 lakh ഡിവൈഡ് ബൈ 20 lakh, അപ്പോ 75 വരും കേട്ടോ. നെക്സ്റ്റ് വൺ ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷന്റെ എമൗണ്ട് 5 lakh ആണ്, 8 lakh ആണ്, 3 lakh, അപ്പൊ 60,000 വരും കേട്ടോ. നെക്സ്റ്റ് വൺ അതർ എക്സ്പെൻസ് നോക്കുമ്പോൾ 12 lakh, 16 lakh, 4 lakh ആണ് ചേഞ്ച്. അവിടെ വരുന്ന ഡിഫറൻസ് 33.33 ആണ് കേട്ടോ. ഓക്കെ. ഇനി അതിന്ന് ടോട്ടൽ ചെയ്യുക. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് കിട്ടും 37 lakh, 59 lakh, 22 lakh, 59.46 വരും കേട്ടോ. ഇനി എന്ത് ചെയ്യാന്ന് അറിയാമോ? ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഇപ്പൊ കിട്ടിയ എമൗണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കേട്ടോ. ഇനി എന്ത് ചെയ്യാ? അതിൽ നിന്ന് എന്ത് ചെയ്യാ? ടാക്സ് പേ ചെയ്യാം കേട്ടോ. ടാക്സ് പേ, അതായത് നമ്മുടെ റവന്യൂ ഇല്ല, റവന്യൂ മൈനസ് ചെയ്യാം കേട്ടോ. റവന്യൂന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഇത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പൊ കിട്ടും 50 lakh 37 lakh മൈനസ് ചെയ്യുമ്പോൾ 13 lakh കിട്ടും കേട്ടോ. 13 lakh പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഇവിടെ കിട്ടുന്ന എമൗണ്ട് 17 lakh ആണ്, അല്ല ലാക്ക്. പിന്നെ ഇവിടെ എമൗണ്ട് കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ഈ 40% ഇത് കൊടുക്കുക, ടാക്സ് പേ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് 40% ആയിരിക്കുമ്പോൾ 5,20,000 കിട്ടും. അത് പേ ചെയ്യുക. ഓരോന്നിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കേട്ടോ. പേ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇങ്ങനെ അത് കണ്ടുപിടിക്കാൻ കേട്ടോ. ഈ ഒരു സെയിം മോഡലിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഷുവറായിട്ട് ഈ ഒരു സെയിം മോഡലിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇതാണ് കമ്പാരിറ്റീവ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഇനി ഒരു ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാർ ക്വസ്റ്റ്യൻ കാണിച്ചോളൂ. യെസ് പറഞ്ഞ ക്വസ്റ്റ്യൻ കേട്ടോ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആണ്. ചെയ്ത് നോക്കാൻ പറ്റും. ഒരു 5 minutes ടൈം തരാം കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാൻ പറ്റും. ചെയ്ത് നോക്കാം കേട്ടോ. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സാർ ഒന്ന് കിട്ടുമോ? ഓക്കെ മക്കളെ, ഇത് ആൻസർ കാണിക്കാൻ പോവാണ്. നമ്മുടെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആണ് ഇത്. ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സാർ ആൻസർ കാണിച്ചോളൂ. യെസ്, ഇതാണ് ആൻസർ കേട്ടോ. നോക്കൂ, ഫസ്റ്റ് നമുക്ക് ലയബിലിറ്റീസ് ഫസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് മക്കൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. പഠിക്കാൻ വേണ്ടി എടുത്ത് വെച്ചോളൂ.
ഫസ്റ്റ് ലയബിലിറ്റീസ് ആണ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഫസ്റ്റ് വൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്ന ഷെയർ ക്യാപിറ്റൽ ആണ് 15 lakh, 10 lakh, ചേഞ്ച് 5 lakh വരുന്നത് കേട്ടോ. അപ്പോൾ ചേഞ്ച് പെർസെൻറ്റേജ് എടുക്കുമ്പോൾ 5 lakh ഡിവൈഡ് ബൈ 10 lakh 50% വരും കേട്ടോ. നെക്സ്റ്റ് വൺ റിസർവ് ആൻഡ് സർപ്ലസ് ആണ് 10 lakh. അപ്പോൾ അവിടെ ചേഞ്ച് ഒന്നും ഇല്ല അല്ലേ, നത്തിങ് അല്ലേ, ചേഞ്ച് ഇല്ല. സോ ദർ ഇസ് നോ അബ്സല്യൂട്ട് ചേഞ്ച് ആൻഡ് ദർ ഇസ് നോ പെർസെൻറ്റേജ് ചേഞ്ച്. ബോത്ത് ആർ ബ്ലാക്ക്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അവിടെ അത് വന്ന് ലോങ് ടേം ബോറോയിങ്സ് വരുന്നുണ്ട് 8 lakh, 2 lakh. അപ്പോൾ 6 lakh ആ ഡിഫറൻസ്. അപ്പോൾ 6 lakh ഡിവൈഡ് ബൈ 2 lakh into 100 300% വരും കേട്ടോ. 300 വരും കേട്ടോ. നെക്സ്റ്റ് വൺ കറണ്ട് ലയബിലിറ്റീസ് ട്രേഡ് പേയബിൾ ഉണ്ട് 5 lakh. 5 lakh സാറേ 8 lakh അല്ലേ? 2 lakh ഡിഫറൻസ് കേട്ടോ. അപ്പോൾ 66.67 വരുന്നത് കേട്ടോ. പിന്നെ അസറ്റ് സൈഡ് നമുക്ക് നോക്കാം. അവിടെ ഐറ്റംസ് ഒക്കെ നോക്കാം കേട്ടോ. ചെക്ക് ചെയ്തിട്ട് അസറ്റ് സൈഡിലെ ഐറ്റംസ് ഒക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, ഇത് ഫർദർ വെരിഫൈ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കമ്പാരിറ്റീവ് കോമൺ സൈസ് ഒക്കെ ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ക്ലാസ് ഉണ്ട്. അപ്പോൾ നാളെ ഇതിൻ്റെ ബാലൻസ് നമ്മൾ നാളെ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻസറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എല്ലാം ചെക്ക് ചെയ്ത് വെച്ചോളൂ. നോക്കുമ്പോൾ നാളെ റിമൈനിങ് പോർഷൻ എടുക്കാം. അപ്പോഴേക്കും നാളെ കാണാം കേട്ടോ. ബൈ ബൈ.